പ്രിയപ്പെട്ടവരെ, നമുക്കറിയുന്നത് പോലെ SKN40 എന്ന കേരള യാത്ര ആർ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ മാധ്യമരംഗത്ത് 40 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി തുടങ്ങിയൊരു ഓൾ കേരള യാത്രയാണ്. തിരുവനന്തപുരത്തും തുടങ്ങി കാസർഗോഡ് അവസാനിച്ചു. അങ്ങനെ ആ ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന യാത്രയുടെ മഹാസമാപന സമ്മേളനത്തിനാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. അറബിക്കടലിനെ സാക്ഷിയാക്കി നമുക്ക് ഒരുപാട് വലിയ പ്രഖ്യാപനങ്ങൾ ഇവിടെ നടത്താറുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്നത് ഒരാളെയാണെന്ന് നമുക്കെല്ലാം അറിയാം. അതിനു മുമ്പ് എന്താണ് കേരള യാത്ര, എന്താണ് SKN40 എന്ന യാത്ര ഉദ്ദേശിച്ചത്, എന്തൊക്കെ നമ്മൾ കണ്ടു, ഇതെല്ലാം നിങ്ങൾക്ക് അറിയണ്ടേ? ഒരു ചെറിയ സ്റ്റോറിയിലേക്ക് നമ്മൾ പോവുകയാണ്. അരുതക്രമം, അരുത് ലഹരി, മാധ്യമ പ്രവർത്തനത്തിലെ തെളിമയാർന്ന 4 പതിറ്റാണ്ട് ഈ കേരള യാത്ര, അതിന്റെ ഒരു ചെറു ചിത്രം നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വെക്കുകയാണ്. നമുക്ക് കാണാം. ആർ ശ്രീകണ്ഠൻ നായർ, 24 ചീഫ് എഡിറ്റർ, ഫ്ലവേഴ്സ് TV മാനേജിംഗ് ഡയറക്ടർ. 40 വർഷം പിന്നിട്ട മാധ്യമ ജീവിതം. ആ ഒരാൾ ഒരു യാത്ര തുടങ്ങി. തെക്ക് തിരുവനന്തപുരത്ത് നിന്ന് വടക്ക് കാസർഗോഡ് വരെ നാടിനെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ, വർദ്ധിച്ചുവരുന്ന അക്രമങ്ങൾക്കെതിരെ ഒരു യാത്ര. അരുതക്രമം, അരുത് ലഹരി എന്ന സന്ദേശവുമായി, എന്റെ കേരളം എന്റെ അഭിമാനം എന്ന പ്രഖ്യാപനവുമായി ആർ ശ്രീകണ്ഠൻ നായർ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട SKN കേരളക്കരെ ആകെ സഞ്ചരിച്ചു. ആ യാത്രയ്ക്കൊപ്പം ഒരു ജനതയാകെ കൂട്ടുവന്നു. കേരളം നേരിടുന്ന ഈ ഒരു അപകടകരമായ ഈ സാഹചര്യം കടന്നുപോകാൻ നമുക്ക് ഒന്നിച്ചു പോകണം. അവർ കാണുന്ന പോലെ, അവർ വിചാരിക്കുന്ന വാർത്തയെ പറയുന്ന പോലെ ഈ പ്രശ്നം ചെറിയ പ്രശ്നമാണ് എന്നുള്ളതല്ല, ഇതൊരു വലിയ പ്രശ്നമാണ്. നമ്മുടെ നാശത്തിലേക്കുള്ള നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചില മാറ്റങ്ങൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്നേ പറ്റൂ എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് നമ്മൾ ഈ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ചരിത്രം സൃഷ്ടിച്ച 31 ദിവസങ്ങൾ. മലനാട് താണ്ടി അലകടലോരങ്ങളിലേക്ക്, ഗ്രാമാന്തരങ്ങളിൽ നിന്ന് നഗരഹൃദയങ്ങളിലേക്ക്. ഒരു വാർത്താമാധ്യമത്തിന്റെ ചീഫ് എഡിറ്റർ സംസ്ഥാനമൊട്ടാകെ ലഹരി വിരുദ്ധ സന്ദേശവുമായി യാത്ര നടത്തുന്നത് ചരിത്രത്തിലാദ്യം. സധൈര്യം, സഗൗരവം ആ യാത്ര. ലക്ഷ്യം ഒന്നു മാത്രം: നാടിനെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മഹാവിപത്തിനെ ചെറുത്തു തോൽപ്പിക്കണം. അക്രമങ്ങളും കൊലപാതകങ്ങളും ഇല്ലാത്ത ഒരു കേരളം പടുത്തുയർത്തണം. ദൈവത്തിന്റെ സ്വന്തം നാടിനെ തിരിച്ചുപിടിക്കണം. തിരുവോരങ്ങളിൽ ആ മനുഷ്യനെ കാത്ത് അനേകായിരങ്ങൾ നിന്നു. ആ കൂട്ടത്തിൽ അമ്മമാരുണ്ടായിരുന്നു, യുവാക്കളുണ്ടായിരുന്നു, വിദ്യാർത്ഥികളുണ്ടായിരുന്നു. നാട് നശിക്കാതിരിക്കാനെടുത്ത ഉറച്ച തീരുമാനത്തിന് പിന്നിൽ ജനങ്ങൾ അണിനിരക്കുന്ന കാഴ്ച കേരളം കണ്ടു. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ജനസാഗരം ഒഴുകിയെത്തി. മടുക്കാതെ കാത്തുനിന്ന് ചേർത്ത് പിടിച്ച അമ്മമാർ യാത്രയുടെ ജീവശ്വാസമായി മാറി. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, കണ്ടേൽ സന്തോഷം. ചുട്ടുപൊള്ളിക്കുന്ന വേനൽ ചൂടിനെ തോൽപ്പിച്ച പകൽ നടത്തങ്ങൾ, കാര്യഗൗരവമുള്ള ചർച്ചകൾ, നടപ്പിലാക്കാൻ വേണ്ടി മാത്രമെടുത്ത തീരുമാനങ്ങൾ, അടിയുറച്ച നിലപാടിന്റെ കരുത്തുറ്റ വാക്കുകൊടുക്കലുകൾ. രാഷ്ട്രീയ നേതൃത്വം ഹൃദയാഭിവാദ്യങ്ങളേകി ഒപ്പം നിന്നു. യാത്രയ്ക്ക് പൂർണ്ണ പിന്തുണയേകി മുഖ്യമന്ത്രി. മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അണിചേരൽ. ലഹരി വിരുദ്ധ സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ കേരള യാത്രയ്ക്ക് നിർണായക സ്ഥാനമുണ്ടെന്ന് അവർക്കുറപ്പുണ്ടായിരുന്നു. നിങ്ങളുടെ യാത്ര ശുഭകരമാവട്ടെ. തീർച്ചയായിട്ടും യാത്രയിൽ കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾ എനിക്ക് കൈമാറും. അത് നല്ലതാണ്. തീർച്ചയായും യാത്ര വിജയിക്കട്ടെ. സാംസ്കാരിക നായകരുടെ സാന്നിധ്യത്താൽ സമ്പന്നമായ വേദികൾ. ലഹരിക്കും അക്രമത്തിനുമെതിരെ പാട്ടുപാടിയും തെരുവ് നാടകങ്ങൾ ഒരുക്കിയും യാത്രയുടെ തിളക്കം കൂട്ടിയ പരിപാടികൾ. അരുത് അക്രമം, അരുത് ലഹരി, അരുതരുതരുത വിവേകം, അരുത് അക്രമം, അരുത് ലഹരി, അണിചേരുക നാം ഒന്ന. എന്റെ കേരളം എനിക്കെന്നും അഭിമാനം. ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്ത് പ്രകമ്പനങ്ങൾ തീർത്ത കലാലയങ്ങൾ, ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങളുടെ സമ്മേളന വേദികൾ. വലിയ ലക്ഷ്യത്തിനു വേണ്ടി ഒരുമിച്ചൊറ്റക്കെട്ടായി കേരളം. ആവേശത്തോടെ
ആർജവത്തോടെ മലയാള നാട് വിളിച്ചു പറഞ്ഞു, അരുതക്രമം, അരുത് ലഹരി. ലഹരിമുക്ത കേരളം കീ, ലഹരിമുക്ത കേരളം കീ. ജീവിത സമരങ്ങളുടെ പല കഥകൾ കേട്ടു. ലഹരി തകർത്ത അനേകരെ കണ്ടു. ജീവിതം തിരികെ പിടിക്കാൻ പലവിധ മനുഷ്യർക്ക് കൈത്താങ്ങായി അനിവാര്യമായിരുന്നു ആ യാത്ര. നടുക്കുന്ന വാർത്തകളായിരുന്നു ദിവസേന വന്നുകൊണ്ടിരുന്നത്. അതിക്രൂരമായ കൊലപാതകങ്ങൾ, ലഹരിക്കടിമയായ മനുഷ്യരുടെ മനസ്സ് കൈവിട്ട പാതകങ്ങൾ. ഉത്തരവാദിത്തം സർക്കാരിൽ മാത്രം ഒതുക്കാൻ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു മാധ്യമ സ്ഥാപനമെന്ന നിലയിൽ 24-ന് കഴിയുമായിരുന്നില്ല. ലഹരിവിരുദ്ധ പ്രചാരണങ്ങൾ നാട്ടകങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നടത്തണം എന്ന തീരുമാനം കാലഘട്ടം ആവശ്യപ്പെട്ടത്. നേരിട്ടറിഞ്ഞ യാഥാർത്ഥ്യങ്ങൾ റിപ്പോർട്ടായി മുഖ്യമന്ത്രിക്ക് കൈമാറാനാണ് തീരുമാനം. കേരളത്തിന് വേണ്ട സമഗ്ര മാറ്റത്തിന്റെ രേഖയായി അത് മാറും. സമൂഹത്തിനു മേൽ വീണുകിടക്കുന്ന ലഹരിയുടെ കരിമ്പടം വലിച്ചു കീറുകയാണ് ഈ ഐതിഹാസിക യാത്ര. സമാനതകളില്ലാത്ത, മാധ്യമരംഗത്ത് മറ്റൊരാൾക്കും സാധ്യമാകാത്ത വലിയ ദൗത്യത്തിന്റെ ആദ്യഘട്ടത്തിന് തിരശീല വീഴുമ്പോൾ 24 ആവർത്തിച്ചു പറയുന്നു, കൂടെ നടന്ന ജനങ്ങളാണ് ശക്തി. ആർ ശ്രീകണ്ഠൻ നായർക്കൊപ്പം ഒറ്റക്കെട്ടായി നിന്ന നാടിന്, പോരാട്ട വീര്യത്തിന്റെ അസാമാന്യ കരുത്തു പകർന്ന ജനതയ്ക്ക് 24-ന്റെ സ്നേഹാദരങ്ങൾ. ലഹരിക്കെതിരായ മുന്നേറ്റത്തിൽ കേരളം ഒറ്റക്കെട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഒരുമിച്ചുള്ള വലിയ പോരാട്ടങ്ങൾ തുടരാം. വേനൽ സൂര്യൻ അതിന്റെ പരമാവധി ശേഷിയിൽ കത്തിയാളുന്ന മാസങ്ങളാണ്. ഇക്കഴിഞ്ഞ മാർച്ച് 16-ന് സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനത്ത് പുത്രദുഃഖമടക്കം നെഞ്ചിൽ വേദനയുടെ തീരാനെരിപ്പോടെരിയുന്ന അമ്മമാർ 100 പേർ ചേർന്ന് കൊളുത്തിവെച്ച വിളക്കു വെളിച്ചത്തിൽ തുടങ്ങിയൊരു യാത്ര, SKN40. 40 മഹത്തായ വർഷങ്ങൾ തന്റെ കർമ്മപഥത്തിൽ പൂർത്തിയാക്കിയ ഒരു മനുഷ്യൻ ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ച് തന്റെ സഹപ്രവർത്തകരുടെ കൈപിടിച്ച് ആ കത്തിയാളുന്ന വെയിൽച്ചൂടിലേക്ക്, കേരളത്തിന്റെ മുക്കുമൂലകളിലേക്ക് ഒരു ദൗത്യമായി ഇറങ്ങാൻ കാരണമുണ്ട്. കൊളംബിയൻ തെരുവുകളിൽ, മെക്സിക്കോയിൽ, ഫിലിപ്പൈൻസിൽ രക്തം കണ്ട് അറപ്പുമാറിയ മയക്കുമരുന്ന് അടിമകളുടെ ജംഗിക്കൂട്ടത്തിന്റെ അരാജക പടയോട്ടം കണ്ട് നരകനാടുകൾ എന്ന് അമ്പരന്നവരാണ് നമ്മൾ. പതിറ്റാണ്ടുകൾക്കിപ്പുറം ഈ നവോത്ഥാന കേരളത്തിലെ മനസാക്ഷിയുടെ തീക്കണ്ണിയിൽ അതേ അമ്പരപ്പ്, അമ്മമാരുടെ കഴുത്തറക്കാൻ കൈവറക്കാത്ത, പിതാക്കന്മാരുടെ തലയറഞ്ഞു കീറാൻ മടിക്കാത്ത, പെറ്റവയറിനെ പോലും ആസക്തിക്കണ്ണിൽ കാണുന്ന അന്ധക വിത്തുകൾ, മുതിഞ്ഞ മക്കൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയത്തിക്ക് MDMA കൊടുക്കുന്ന ഒരു സഹോദരൻ, സഹോദരിയുടെ 7 മാസം നിറവയർ ഗർഭത്തിന് ലക്ഷ്യം തെറ്റാതെ ചവിട്ടിക്കലക്കുന്ന കൂടപ്പറപ്പ്, കേട്ടാൽ പേടിയാവുന്നൊരു വാർത്തകളുടെ കുത്തൊഴുക്കിൽ പകച്ചവരാണ് നമ്മൾ. ബ്രൂട്ടാലിറ്റിയുടെ വേരുകൾ ചെയ്യുമ്പോൾ കാണാം വലിച്ചുകയറ്റുന്ന ഒരു രാസലഹരി പകർന്നു കൊടുക്കുന്ന ഒരു ഭ്രാന്ത്. അതിനെതിരെ ഈ പോയ 32 നാളുകൾ ഞങ്ങൾ കേരളത്തിന്റെ തെരുവുകളിൽ സമരത്തിലാണ്. ആ ദൗത്യ സംഘത്തെ കേൾക്കാൻ, അവർ പറയുന്ന ആധികളെ നെഞ്ചോട് ചേർത്ത് ഗ്രാമാന്തരങ്ങളിൽ, നഗരങ്ങളിൽ ഒഴുകിയെത്തിയ ലക്ഷക്കണക്കിന് മനുഷ്യരോട് സാഗരം പോലെ ഇരമ്പിയാർത്തിയ സ്നേഹത്തിന് അഭിവാദ്യങ്ങൾ, പറഞ്ഞാൽ തീരാത്ത കടപ്പാട്. വാർത്തകൾക്കപ്പുറം നാടിന്റെ ശബ്ദമാകാൻ ആർജവമുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിന് ചെയ്യാൻ പലതുണ്ട് എന്ന ദൃഷ്ടാന്തമാണ് തെരുവുകളിൽ കേട്ട ശബ്ദം. പോരാട്ടം തുടങ്ങിയിട്ടേയുള്ളൂ. രാഷ്ട്രീയ യാത്രകളിൽ യാത്ര തുടങ്ങും മുൻപാണ് ദീപശിഖ തെളിയിക്കലെങ്കിൽ ഇവിടെ തെക്ക് നിന്ന് വടക്ക് ആ യാത്ര പൂർത്തിയാക്കിയ ശേഷമാണ് ദീപശിഖ. വ്യക്തമാണ് സന്ദേശം. ഈ കാലം സാക്ഷിയാക്കി നമ്മൾ പ്രഖ്യാപിക്കുന്നു,
നരാധമന്മാരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വഞ്ചനാവലയിലാക്കി കൊന്നൊടുക്കൽ അനുവദിക്കില്ല. ഞങ്ങൾ ജീവൻ കൊടുത്തും ഈ കേരളത്തിന് കാവലാണ്. അവിശുദ്ധ പണത്തിൽ കൊഴുത്തവരെ, മരണത്തിന്റെ വ്യാപാരികളെ, ഈ അറബിക്കടൽ സാക്ഷി, ഞങ്ങൾ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നത് ദാക്ഷിണ്യമില്ലാത്ത യുദ്ധമാണ്. തോൽക്കാൻ തയ്യാറല്ലാത്തൊരന്തിമ യുദ്ധം. ഹലോ കോഴിക്കോട്. നമ്മൾ 1,00,000 പേർ അണിനിരക്കുന്ന മഹാസമ്മേളനം ആരംഭിക്കുകയായി. നിങ്ങൾക്കറിയുന്നത് പോലെ കേരളത്തിലെ 14 ജില്ലകളിലൂടെ 30 ദിവസങ്ങളിലധികം നീണ്ടുപോയ ഒരു യാത്രയുടെ അന്ത്യം കുറിക്കുന്ന മഹാസമ്മേളനം. എന്നാൽ ഇവിടെ നമ്മളൊരു തുടക്കം കുറിക്കുകയാണ്. കുരുന്നുകളെ നശിപ്പിക്കുകയും ഈ നാടിന് പുഴുക്കുത്തേൽപ്പിക്കുകയും ചെയ്യുന്ന നരാധമന്മാരായ രാസലഹരി വിൽപ്പനക്കാരെ കെട്ടുകെട്ടിക്കും എന്ന് പ്രതിജ്ഞയെടുത്തായിരിക്കും ഈ സാഗരം അറബിക്കടലിൽ സാക്ഷിയാക്കി നമ്മളിന്ന് മടങ്ങിപ്പോവുക. എല്ലാവർക്കും സ്വാഗതം. ഇത്രയധികം വേനൽ ചൂടിലും നിങ്ങൾ ഒഴുകിയെത്തി, സന്തോഷം. നമ്മൾ ഔപചാരികമായ യോഗം ആരംഭിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞു പറയാം. ഏവർക്കും സ്വാഗതം. ഹാപ്പി ഈസ്റ്റർ. നമ്മളെ യാത്രയിൽ ഉടനീളം ഒരു പ്രതിജ്ഞ ഏറ്റുചൊല്ലി. ശരിക്കും ഈ പ്രതിജ്ഞ ചോരകിനിയുന്ന ആത്മാർത്ഥതയോടെ നമ്മൾ മലയാളി ജനസമൂഹം ഏറ്റെടുത്തു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോടിൻ്റെ ഈ മണ്ണിൽ എല്ലാവിധമായ രാസലഹരി വ്യാപനത്തിനും തടയിടാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഈ പ്രതിജ്ഞ നിങ്ങളേവരും ഏറ്റുചൊല്ലുന്നതോടെ നമ്മുടെ ഈ യോഗത്തിന് ഔപചാരികമായി തുടക്കമാകും. എല്ലാവരും എഴുന്നേറ്റ് തന്ന കൈ മുന്നോട്ട് നീട്ടി 100% ആത്മാർത്ഥതയോടെ കേരളത്തിൻ്റെ മണ്ണിനെ മുറിവേൽപ്പിക്കാൻ ഒരു ശക്തിയെയും നമ്മൾ അനുവദിക്കില്ല എന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ഈ പ്രതിജ്ഞ നമ്മൾ ഈ നിമിഷം എടുക്കുന്നു. എൻ്റെ കേരളം, എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും നമ്മുടെ കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ തിരിച്ചറിയുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ഈ ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് ഞാൻ തടയുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. താങ്ക് യു. ഹായ് കോഴിക്കോട്, ഹായ് ഹായ്. അപ്പോ സ്വാഗതം, സുസ്വാഗതം, ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ടവരെ. അപ്പോ ദാ ആർത്തലയ്ക്കുന്ന കടലിന് സമാന്തരമായി കാണുന്നതാ ഈ മനുഷ്യ മഹാസമുദ്രം ഉണ്ടല്ലോ. ആ മനുഷ്യ മഹാസമുദ്രം
കേരളത്തിന്റെ മനസാക്ഷി ഉണർന്നിട്ടുള്ള ഒരു പുതിയ പടയോട്ടത്തിന്റെ തുടക്കമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ പോയ 32 ദിനരാത്രങ്ങൾ കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഗ്രാമാന്തരങ്ങളിൽ ഞങ്ങളൊരു യാത്രയിലായിരുന്നു. ഒരു കെട്ടകാലത്തിന്റെ ആശങ്കകൾ പറഞ്ഞുകൊണ്ടുള്ള യാത്ര. ഓരോ നാളും ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ആ യാത്രയെപ്പറ്റി ഓർക്കുമ്പോൾ അതിനിറങ്ങി വന്ന ആബാലവൃദ്ധം ജനലക്ഷങ്ങൾ നൽകിയ സ്നേഹം ഓർക്കുമ്പോൾ രോമാഞ്ചമാണ്. ഉറപ്പായും ഞങ്ങളുടെ ഈ കൊടും സൂര്യന്റെ ചൂടിൽ ഞങ്ങളുടെ മുഖങ്ങൾ കരുവാളിച്ചെങ്കിലും ഈ യാത്ര നൽകിയ കരുത്ത് ആയുഷ്കാലത്തേക്കുള്ള കരുത്താണ് എന്ന് നിസ്സംശയം ഉറപ്പായും പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ ആ സ്നേഹപ്രവാഹം ഈ കാലത്തിന്റെ പ്രതീക്ഷയാണ്. നമ്മൾ നിപ്പയെ അതിജീവിച്ചതുപോലെ, നമ്മൾ കോവിഡ് കാലത്തെ അതിജീവിച്ചതുപോലെ, നമ്മൾ ഈ ലഹരിക്കാലത്തെയും അതിജീവിക്കുമെന്ന ഉറപ്പാണ് നമ്മൾ കേരളത്തിന്റെ ഓരോ സ്ഥലങ്ങളിലും ഈ യാത്രയുടെ കോഴ്സിന് നൽകിയ വലിയ സ്വീകരണത്തിന്റെ മട്ടും ഭാവവും കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക. നമ്മൾ ഉറപ്പായും അതിജീവിക്കുക ചെയ്യും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 32 ദിനരാത്രങ്ങൾ കേട്ടത് നാടിന്റെ നാനാഭാഗത്തു നിന്നും നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. ഒരുപാട് ഗ്രാമാന്തരങ്ങളിൽ, നഗരപ്രദേശങ്ങൾ വ്യത്യാസമില്ലാതെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. ലക്ഷക്കണക്കിന് മനുഷ്യരെ നമ്മൾ കണ്ടു, നേരിട്ട് സംസാരിച്ചു. കണ്ടത് കേട്ടതൊക്കെ വലിയ ആശങ്ക ഉണർത്തുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടിയും പ്രത്യാശ ഉണർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ കൂടി ഞങ്ങൾ കണ്ടു. അമ്മമാരുടെ കൂട്ടായ്മ, സ്ഥൈര്യത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ മാഫിയയ്ക്ക് വിട്ടുകൊടുക്കാൻ മനസ്സിലിടോ എന്ന് പറയുന്ന അമ്മമാരുടെ ആർജവത്തെ ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ ഗ്രാമത്തെ ഈ ലഹരി മാഫിയയ്ക്ക് തീരെഴുതാൻ മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഗ്രാമാതിർത്തികളിൽ കാവൽ നിൽക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ചെറുപ്പക്കാരെ നമ്മൾ കണ്ടു. ഒരുപാട് സംഘടനകളെ നമ്മൾ കണ്ടു. കഠിനാധ്വാനം ചെയ്യുന്ന പോലീസിനെ കണ്ടു, എക്സൈസിനെ കണ്ടു. അതുകൊണ്ട് നമ്മൾ ഈ യാത്രയുടെ അവസാനം നിൽക്കുമ്പോൾ 32 ദിവസങ്ങൾ യാത്ര പൂർത്തിയാക്കിയതാ ഈ വേദിയിൽ കാസർഗോഡ് കടപ്പുറത്തായി യാത്ര പൂർത്തിയാക്കി ഈ അറബിക്കടലോരത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷയുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആ സമാപന സമ്മേളനത്തിന് ഔപചാരികമായി തുടക്കമാവുകയാണ്. എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം. ഈ യോഗത്തിന് പ്രൗഢമായ സദസ്സിന് സ്വാഗതം ആശംസിക്കാൻ ഞാൻ 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ KR ഗോപികൃഷ്ണനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാരെ. കോഴിക്കോട്ടുകാർ എന്ന് പറയുമ്പോൾ കോഴിക്കോടുള്ളവരുണ്ടാകും, പുറത്തുനിന്ന് കോഴിക്കോടിൻ്റെ സ്നേഹം അനുഭവിക്കുന്നവരുണ്ടാകും. ഞങ്ങളുടെ പ്രിയപ്പെട്ട ചീഫ് എഡിറ്റർ, നിങ്ങൾ സ്നേഹത്തോടെ SKN എന്ന് വിളിക്കുന്ന ശ്രീ R ശ്രീകണ്ഠൻ നായർ, അദ്ദേഹത്തിൻ്റെ 4 പതിറ്റാണ്ട് നീണ്ട മാധ്യമ പ്രവർത്തനം ഇതുപോലെ ഒരു ആവശ്യത്തിന്, അതായത് കേരളം, നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയിൽ കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ നടത്തിയ വിശ്രമമില്ലാത്ത 30 ദിവസം നീണ്ട യാത്രയുടെ പരിസമാപ്തി കുറിക്കുന്ന വേദിയാണിത്. കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഇവിടെ ഞങ്ങൾ കാണുന്നത് കോഴിക്കോട്ടുകാരെയല്ല, ഈ ലഹരിയുടെ പിടിയിൽ നിന്നും നമ്മുടെ സമൂഹത്തെ മോചിപ്പിക്കണം എന്ന് കരുതുന്ന മുഴുവൻ മലയാളികളെയുമാണ്, ലോകത്തെ മുഴുവൻ മലയാളികളെയുമാണ് ഞങ്ങൾ മുന്നിൽ കാണുന്നത്. ഈ ഒരു ദൗത്യവുമായി 24 ഇറങ്ങുമ്പോൾ സംശയം പ്രകടിപ്പിച്ചവരുണ്ടായിരുന്നു, നെറ്റി ചുളിച്ചവരുണ്ടായിരുന്നു, ആശങ്കപ്പെട്ടവരുണ്ടായിരുന്നു, ആകാംക്ഷയോടുകൂടി നിന്നവരുണ്ടായിരുന്നു. എന്താണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ യാത്ര കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതാണോ ഇതുപോലെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ തന്നെ പിടിയിലാക്കുന്ന ലഹരി മാഫിയയുടെ നീരാളി കൈകളെ നമുക്ക് നശിപ്പിക്കാൻ കഴിയുമോ? ഒരൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ ഈ യാത്രയ്ക്ക്. കേരളത്തിൽ സ്വന്തം മക്കളെ, സ്വന്തം സഹോദരങ്ങളെ, സ്വന്തം സഹോദരിമാരെ അവർ ലഹരിയുടെ അടിമയാക്കപ്പെട്ട് സ്വന്തം ജീവിതം നശിപ്പിച്ച് ഭാവി തലമുറ ഇല്ലാതാകുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം കൈകോർത്ത് നിന്നുകൊണ്ട് അതിനെ ചെറുക്കാൻ കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയെ ഉണർത്തുക. ആ ലക്ഷ്യം, ആ ഉദ്ദേശം 100% പൂർത്തിയാക്കാൻ SKN 40യുടെ ഈ കേരള യാത്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതിന് സാക്ഷ്യമാണ് ഇന്ന് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങൾ. അപ്പോൾ ഒരു പ്രതിജ്ഞ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല ഇതിലെ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മുടെ മുന്നിൽ, നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഓരോരോ സംഭവങ്ങളും. അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയല്ല, ഇവിടെ തുടങ്ങുകയാണ് നമ്മൾ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം. അതിന് കേരളത്തിൻ്റെ സുമനസ്സുകളുടെ പിന്തുണ 24 എന്ന ചാനലിനും ഞങ്ങൾ നടത്തിയ ഈ യാത്രയ്ക്കുമുണ്ട് എന്ന ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഈ സായാഹ്നത്തിൽ നമ്മൾ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നത്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങുകൾ തുടങ്ങാൻ പോകുന്നു. എൻ്റെ കർത്തവ്യം എന്നത് ഈ വേദിയിലെ വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം
എൻ്റെ സ്നേഹം നിറഞ്ഞ കോഴിക്കോട്ടുകാരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവരും, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാഗതം. ഈ യാത്രയ്ക്ക് ആദ്യം തന്നെ ആശംസകൾ നേരുകയും ഞങ്ങളുടെ ഉറച്ച പിന്തുണയായി നിൽക്കുകയും ചെയ്തയാളാണ് 24ന്റെ ചെയർമാൻ ശ്രീ ആലുങ്കൽ മുഹമ്മദ്. അദ്ദേഹമാണ് ഇന്ന് ഈ ഔപചാരിക ചടങ്ങിൽ, ഈ ഉദ്ഘാടന വേദിയിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത്. സ്നേഹത്തിന്റെ ഭാഷയിൽ നിറഞ്ഞ മനസ്സോടെ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക്. SKN40 കേരള യാത്ര മഹാസമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായി നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ആദരണീയനായ സംസ്ഥാന ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് ശ്രീ PA മുഹമ്മദ് റിയാസ്. സ്നേഹത്തോടെ, ആദരവോടെ ഞാൻ ശ്രീ PA മുഹമ്മദ് റിയാസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോഴിക്കോട്ടുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ജനപ്രതിനിധി, നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട MP ശ്രീ MK രാഘവൻ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട് ആശംസാ പ്രസംഗത്തിനായി. സ്നേഹാദരങ്ങളോടെ ശ്രീ MK രാഘവൻ MP, താങ്കൾക്ക് സ്വാഗതം ഈ വേദിയിലേക്ക്. കോഴിക്കോട് അതിരൂപത രൂപപ്പെട്ട ശേഷം അതിലെ ആദ്യത്തെ ആർച്ച് ബിഷപ്പായ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അച്ഛൻ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട് ഈ വേദിയിൽ. ഞാൻ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു റെവറൻഡ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. ആശംസകൾ നേരാനും ലഹരിക്കെതിരായ ഈ പോരാട്ടത്തിൽ നമ്മെ നയിക്കാനും സ്നേഹാദരങ്ങളോടെ നമ്മളെ പിന്തുണയ്ക്കാനും ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി ഗുരുരത്നം ശ്രീ ജ്ഞാനതപസ്വി ഈ വേദി അലങ്കരിക്കാൻ എത്തിയിട്ടുണ്ട്. സ്വാഗതം ചെയ്യുന്നു ഗുരുരത്നം ശ്രീ ജ്ഞാനതപസ്വി. ആശംസകൾ നേരാൻ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ P രഘുനാഥ് എത്തുന്നു ഈ വേദിയിൽ. ഈ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് ശ്രീ P രഘുനാഥിനെയും ഞാൻ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യും. കോഴിക്കോട് DCP ശ്രീ അരുൺ K പവിത്രൻ ആശംസകൾ അറിയിക്കാനായി ഈ വേദിയിലേക്ക് എത്തുന്നു. അദ്ദേഹത്തെയും ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യും. ഔപചാരികതയുടെ പേരിൽ ഒരു സ്വാഗതം ആവശ്യമില്ലാത്ത ആളാണ് ശ്രീ R ശ്രീകണ്ഠൻ നായർ. പക്ഷേ എൻ്റെ വ്യക്തിപരമായ സ്നേഹവും അതൊരു അധികാരവും അവകാശവുമായി എടുത്തുകൊണ്ട് 40ാം SKN40യുടെ അദ്ദേഹം 4 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കുന്ന ഈ വേളയിൽ 30 ദിവസം വിശ്രമമില്ലാതെ കേരളത്തിൻ്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നടത്തിയ ഈ യാത്രയിൽ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തും എന്ന ഉറച്ച വിശ്വാസത്തിൽ ഞാൻ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട SKN. ഔപചാരികമായ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അതിലേക്ക് ലക്ഷോർ CEO ശ്രീ ജയേഷ് നായരെയും ഞാൻ ഈ വേദിയിലേക്ക്, ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ലക്ഷോർ നമുക്ക് ഈ യാത്രയിലുടനീളം വലിയ കരുത്തും വലിയ തണലൊക്കെ നിന്നതാണ്. അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, നെഞ്ചിൽ കൈവച്ച് പറയാം, ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ഭേദമില്ലാത്ത, ഏതെങ്കിലും തരത്തിലുള്ള ഭേദചിന്തകളില്ലാത്ത ഈ നാടിന്റെ കാവൽ, ഈ നാടിന്റെ കരുതൽ മാത്രം ലക്ഷ്യമാക്കി നടത്തിയൊരു യാത്രയായിരുന്നു. ആ യാത്ര സാർത്ഥകമായി എന്നുള്ളത് ഈ മനുഷ്യ മഹാസാഗരം തെളിയിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഔപചാരിക പരിപാടിയുടെ സമാപന സമ്മേളനത്തിന് അധ്യക്ഷൻ 24 ന്യൂസ് ചെയർമാൻ ശ്രീ ആലുങ്കൽ മുഹമ്മദ് ആണ്. ആലുങ്കൽ മുഹമ്മദ് സാറിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ.
എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകളോടെ ഞാൻ തുടങ്ങിയാണ്. ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് SKN40 എന്ന പരിപാടിയുടെ സമാപന ചടങ്ങും ഇതുമുതൽ ഇവിടെ ഇന്ന് തുടങ്ങി വെക്കുന്ന നമ്മളുടെ ലഹരി മരുന്നിനോടുള്ള നമ്മളുടെ പോരാട്ടത്തിൻ്റെ തുടക്കവും കുറിക്കുന്ന ഒരു സമ്മേളനമാണിത്. ഇവിടെ ഈ പരിപാടിയിലേക്ക് എത്തിപ്പെട്ട നമ്മുടെ മിനിസ്റ്റർ PM മുഹമ്മദ് റിയാസ്, മിനിസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് പബ്ലിക് വർക്ക്സ്, അതുപോലെ കോഴിക്കോടിൻ്റെ MP MK രാഘവൻ അവർകൾ, ഡോക്ടർ വർഗീസ് ചാലക്കാൽ, ആർച്ച് ബിഷപ്പ് കോഴിക്കോട് അതിരൂപത, സ്വാമിജി, BJPയുടെ പ്രിയപ്പെട്ട നേതാവ്, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നേതാക്കന്മാരെ, ഈ പരിപാടി നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു വലിയ ദൗത്യം ഞങ്ങളുടെ MD ശ്രീകണ്ഠൻ നായർ ഏറ്റെടുക്കുകയാണ്. അദ്ദേഹം മാധ്യമപ്രവർത്തനത്തിൽ 40 വർഷം തികയുമ്പോൾ ഇത്ര ധൈര്യത്തോടു കൂടി ഇങ്ങനെ ഒരു പരിപാടിയുമായി മുന്നോട്ട് വരുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാലും ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അദ്ദേഹത്തിനുണ്ട്. തിരുവനന്തപുരത്ത് വന്ന് കോഴിക്കോട് വരെ 30-ൽ കൂടുതൽ ദിവസങ്ങൾ രാവും പകലുമില്ലാതെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ 10-60ഓളം ആളുകളും ഈ യാത്രയുമായി ഇവിടെ എത്തിച്ചേരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പഠിക്കാനും ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായും ഇതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ തുടക്കമാണ് ഇത് എന്നാണ് ആവേശത്തോടു കൂടി ശ്രീകണ്ഠൻ നായർ ഞങ്ങൾ അറിയിക്കുന്നത്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എല്ലാവിധ ഇനിയും മുമ്പോട്ടുള്ള ഇതിൻ്റെ തുടക്കം ഇവിടെ കുറിക്കുമ്പോൾ ഇതിൻ്റെ അവസാനം വരെ ഇതിനു വേണ്ടി പോരാടാൻ ഞങ്ങൾ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുകൂടെ ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ലഹരിക്ക് അടിമയായ നമ്മളുടെ കുട്ടികൾ, അതുപോലെ കുട്ടികളെന്നല്ല ഒരുപാട് ആളുകൾ അതിൽ പെട്ടിട്ടുണ്ട്. ഇതിന് തീർച്ചയായിട്ടും നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ തുടക്കം നമ്മൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതുണ്ട്. നമ്മൾ രക്ഷിതാക്കൾ വീട്ടിൽ നിന്ന് കുട്ടികളെ എത്രത്തോളം ശ്രദ്ധിച്ചുകൊണ്ടാണ് നോക്കുന്നതെങ്കിൽ അതേപോലെ ഉത്തരവാദിത്തം നമ്മുടെ അധ്യാപകർക്കുമുണ്ട്. നമ്മൾ ഒരു കാലത്ത്, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ അധ്യാപകന്മാർ നമ്മളോട് കാണിച്ചിരുന്ന ആ ഉത്തരവാദിത്വവും ബോധവൽക്കരണവും നമ്മളിൽ കാണിച്ചിരുന്ന അതേ ഉത്തരവാദിത്വത്തോടെ ഇനിയും വരുന്ന തലമുറകളെ അധ്യാപകർ ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതിന് നമ്മളുടെ ഗവൺമെൻറ്റും അതിൻ്റെ ആളുകളും ഉണരേണ്ടതുണ്ട് എന്നുകൂടെ ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ എനിക്കിതിൽ പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾ ആരും തന്നെ ലഹരി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടോ ലഹരിയെക്കുറിച്ച് അറിഞ്ഞിട്ടോ അല്ല ഇതിൽ പെടുന്നത്. പലരും സ്കൂളിൽ പോലും പരീക്ഷാമയത്ത്, പ്രത്യേകിച്ച് നമ്മളുടെ പെൺകുട്ടികൾക്ക് പരീക്ഷയെ നേരിടാനുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ പഠിച്ചത് മറക്കാതിരിക്കാനുള്ള ഒരു മരുന്ന്, ഇങ്ങനെ പല പലതും പറഞ്ഞുകൊണ്ടാണ് കുട്ടികളെ ഇതിലേക്ക് നയിക്കുന്നത്. ഇതിൽ പെട്ട് വീണ ശേഷമാണ് നമ്മളുടെ മക്കൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ നേരിടാൻ നമ്മുടെ കുട്ടികളെ പാകപ്പെടുത്തേണ്ടതുണ്ട്. അതിൽ വീട്ടിലും അതുപോലെ അധ്യാപകർക്കും ഒരേപോലെ പങ്കുണ്ട്. ഈ പങ്ക് നമ്മൾ വഹിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിൽപ്പെട്ട കുട്ടികൾക്ക് അവരുടെ
ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ, അതേപോലെ റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന രീതിയിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ ജില്ലാതലത്തിലോ അല്ലെങ്കിൽ ജില്ലാതലത്തിൽ ഓരോ റീഹാബിലിറ്റേഷൻ സെൻറ്റർ നമ്മുടെ ആരോഗ്യ പരിപാലന മേഖലയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുകൂടെ ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരം പരിപാടിയിലേക്ക് റീഹാബിലിറ്റേഷൻ സെൻറ്റർ, ഡി അഡിക്ഷൻ സെൻറ്റർ, ഇങ്ങനത്തെ പല കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ ഒരു മേഖലയിലേക്ക് നമുക്ക് എൻ്റെ അബിയർ മെഡിക്കൽ ഗ്രൂപ്പ് എന്ന സ്ഥാപനത്തിൻ്റെ എല്ലാവിധ സഹകരണങ്ങളും അതിൻ്റെ കൂടെ മുന്നോട്ട് പോകാനും തയ്യാറാണെന്ന് എന്തുകൂടെ ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ 24ൻ്റെ ചെയർമാൻ എന്ന നിലയിൽ ഇന്നിവിടെ തുടക്കം കുറിക്കുന്ന ഈ യാത്ര, മയക്കുമരുന്ന് നേരിടാനുള്ള ഈ യാത്രയുടെ അവസാനം വരെ ഇതൊരു വലിയ ജോലിയാണ് ശ്രീകണ്ഠൻ നായർ ഏറ്റെടുത്തത്. നമ്മൾ എല്ലാവർക്കും അറിയുന്ന പോലെ മയക്കുമരുന്നിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ വലിയ, നമ്മൾക്കാർക്കും തൊടാൻ പറ്റാത്ത അത്രയും വലിയ ലെവലിലുള്ള ആളുകളാണ്. അവരുമായിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. അതിനെ നേരിടുന്നതിൽ ശ്രീകണ്ഠൻ നായരുടെ കൂടെ ഞങ്ങളും ഞങ്ങളുടെ സംഘവും എന്നും കൂടെ ഉണ്ടാവും എന്നുകൂടെ ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ കൂടിയ എല്ലാവർക്കും ഈ പരിപാടിയുടെ പേരിൽ ഞാൻ ഈ വേദിയിലേക്ക് എല്ലാവരെയും ഞാൻ സദാരം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. നമ്മുടെ ഈ യാത്രയുടെ ഉടനീളം നമ്മൾ പല സ്ഥലങ്ങളിൽ കേട്ടൊരു പാട്ടാണ് ശിരസ്സുയർത്തി പറയുക നമ്മൾ ലഹരിക്ക് അടിപ്പിടിൽ ഒരു നാളും നാം എന്ന് പറയുന്നൊരു പാട്ട്. അത് യാത്രയിൽ ഉടനീളം നമ്മൾ കേട്ടു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ കേട്ടു. എനിക്ക് തോന്നുന്നു അത് ആ പാട്ട് പാടിയത് കൂടുതൽ NSSന്റെ വോളണ്ടിയേഴ്സ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ നൃത്തം കളിച്ചവർ കൂടുതൽ NSSന്റെ വോളണ്ടിയേഴ്സ് ആണ്. അതുകൊണ്ട് അത് NSSന്റെ ഒഫീഷ്യൽ എന്തെങ്കിലും പാട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും NSS വോളണ്ടിയർമാർ നമ്മുടെ യാത്രയിൽ ഉടനീളം ശക്തമായ പിന്തുണയുമായി കൂടെ വന്നു. നമ്മൾ തുടക്കത്തിൽ SKനൊപ്പം ദിവസികമായി കയറി വന്നതും കോഴിക്കോട് NSS ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പദ്ധതിയിലെ വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുകയാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം സർ. അധ്യക്ഷൻ, വേദിയിലുള്ള ബഹുമാന്യരെ എല്ലാവരുടെയും പേര് പറഞ്ഞ് അഭിവാദ്യം ചെയ്തതായി അറിയിക്കുന്നത്. സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അവരിൽ പലരോടും ഞാൻ പറഞ്ഞിരുന്നു, സമയം ലാഭിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് അങ്ങനെ പറയും. എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്തതാണ്. ഒരുപാട് ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ വേദിയിലുണ്ട്, എല്ലാവരും സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. മാധ്യമ ലോകത്ത് 40 വർഷം പ്രവർത്തിച്ച ശ്രീ SKN ആ 40 വർഷം പൂർത്തീകരിക്കുമ്പോൾ എൻ്റെ കേരളം, എൻ്റെ അഭിമാനം, അരുത് അക്രമം ലഹരി എന്ന ഒരു ആശയം മുൻനിർത്തി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇതുപോലെ ഒരു യാത്ര സംഘടിപ്പിക്കാൻ തയ്യാറായതിനെ ഞാൻ ആദ്യം തന്നെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ടീമിനെയും 24ൻ്റെ ടീമിനെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പല യാത്രകളും നമ്മൾ കണ്ടിട്ട്, ഞങ്ങളൊക്കെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ കാൽനട ജാഥയും വാഹന ജാഥയും ഒക്കെ നടത്തിയതാണ്, പങ്കെടുത്തതാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പിൻ്റെ ചുമതലയുടെ ഭാഗമായി റോഡുകളുടെ പരിശോധന ദേശീയപാത അതോറിറ്റിക്കൊപ്പം ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ നിരവധി തവണ യാത്ര ചെയ്തതാണ്. മലയോര ഹൈവേയുടെ ഭാഗമായി യാത്ര ചെയ്തതാണ്. എന്നാൽ മാധ്യമ ലോകത്ത് 40 വർഷം പൂർത്തീകരിച്ച് ഇങ്ങനെ ഒരു യാത്ര നടത്തുമ്പോഴുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഞാൻ പലരിൽ നിന്നും അറിയാനിടയായി. അത് വളരെ നല്ല അനുഭവങ്ങളാണ്. അതും ലഹരിക്കെതിരെ ഉള്ളൊരു ക്യാമ്പയിനായിട്ടാണ്. തീർച്ചയായിട്ടും അത് ഓരോരുത്തർക്കും, ഓരോ വ്യക്തികൾക്കും, ഗ്രൂപ്പുകൾക്കും, പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ സാധ്യമാകുന്ന നിലയിൽ പ്രതിരോധം തീർക്കേണ്ട കാലം ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇവിടെ SKNും ടീമും ഏറ്റെടുത്തിട്ടുള്ളത്. അതിനെല്ലാവിധ പിന്തുണയും ഞാനിവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിക്കുകയാണ്. ലഹരിക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇതിനകം അറിയിച്ചിട്ടുണ്ട്.
സർക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും എല്ലാ കൂട്ടായ്മകളും വ്യക്തികളും ഒക്കെ തന്നെ ഇതോടൊപ്പം നിലകൊണ്ട് എല്ലാവരും ഒരു ടീമായി ഇതിനെ ചെറുത്ത് മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പോൾ പൊതുവെ ആഗ്രഹിക്കുന്നത്. കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായി നിയമ നടപടികൾ സ്വീകരിക്കുന്നു. നിയമ നടപടികൾ സ്വീകരിച്ചതിൻ്റെ കണക്കും മറ്റുമൊന്നും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. പുതിയ തലമുറയെ മാത്രം ഇതിൻ്റെ ഭാഗമായി കുറ്റപ്പെടുത്തി പോകുന്ന ഒരു രീതിയുണ്ട്. അതൊരു തെറ്റായ രീതിയാണ്. നിലവിലുള്ള സാഹചര്യം നമ്മൾ ഓരോരുത്തരുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും ഒക്കെ തന്നെ യുവത്വ കാലഘട്ടത്തിലെ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. പുതിയ തലമുറ അതിൻ്റെ ഭാഗമായി തന്നെ ഒരുപാട് പുതിയ പുതിയ വെല്ലുവിളികൾ നേരിടുകയാണ്. ഞാൻ ഓർക്കുന്നു, എൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ മയക്കുമരുന്ന് എന്തെന്നുള്ളത് ആദ്യം കാണുന്ന ഒരു സിനിമ ശ്രീ ഭരതൻ്റെ പ്രമാണം എന്നുള്ള സിനിമയാണ്, പ്രണാമം എന്നുള്ള സിനിമയാണ്. ആ സിനിമയിലാണ് അന്നത്തെ ഒരു യുവത്വം ശ്രീ വിനീതും അശോകനും ഒക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ആ സിനിമയിൽ കാണിക്കുന്നത്. വലിയ സിറിഞ്ചാണ്, 1 കിലോമീറ്റർ നീളം ആ സിറിഞ്ചിനുണ്ടെന്ന് തോന്നുന്നു. അപ്പം ലഹരി എന്ന് പറയുമ്പോൾ എന്തോ ഒരു നീളമുള്ള സിറിഞ്ച് കുത്തലാണ് എന്നായിരുന്നു അന്ന് ഞങ്ങളുടെ തലമുറ കരുതിയത്. അതുകൊണ്ട് സിറിഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭയം ഞങ്ങൾക്കൊക്കെ ഉണ്ടായത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ലഹരി എന്ന് പറയുമ്പോൾ സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെ നമ്മൾ ഇരുന്ന ഇരിപ്പിൽ നമ്മളോട് സംസാരിക്കുന്നവർ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. നാവിൻ്റെ അടിയിലും പല്ലിൻ്റെ ഇടയിലൊക്കെ വെച്ചുകൊണ്ട് ലഹരി ഉപയോഗം നടത്തുകയാണ്. അങ്ങനെയുള്ള പുതിയ പുതിയ രീതികൾ, ഒരു സ്മെല്ല് പോലും ലഹരിയായി മാറുന്ന നില ഇന്നത്തെ കാലത്ത് വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ കാലം മാറുന്നു, സാഹചര്യം മാറുന്നു. ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ പരീക്ഷ ഉൾപ്പെടെ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിക്കാൻ ഇന്ന് സാധ്യമാകുന്ന മാർഗം ലഹരിയാണ് എന്ന് തോന്നുന്ന നിലയിൽ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്ന സ്ഥിതി വരുന്നു. നേരത്തെയുള്ള കാലത്ത് നമ്മളൊക്കെ നമ്മുടെ ചെറുപ്രായത്തിൽ ഗ്രൗണ്ടിൽ ഓടിപ്പോയി കളിക്കാറുണ്ട്. കളിക്കുന്നത് വലിയ വലിയ താരങ്ങളാകാനല്ല, കളിക്കുന്നത് കൂട്ടായ്മ വർദ്ധിപ്പിക്കാൻ സഹായകരമാകുന്നു. കളിക്കുന്നത് തോൽവി എന്തെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സഹായകരമാകുന്നു. പലപ്പോഴും കളിയിൽ നമ്മൾ തോൽക്കുകയാണ്. ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും ഷട്ടിലായാലും മറ്റെന്ത് കളിയായാലും നമ്മൾ തോൽക്കുകയാണ് കൂടുതൽ. തോൽക്കുമ്പോൾ തോൽവിയിൽ നിന്നും എങ്ങനെ തോൽവിയെ മറികടക്കാനാകുമെന്ന് മാനസികമായുള്ള ഒരു കരുത്തുകൂടി ഈ കായിക മേഖല നമുക്കൊരു അധ്യാപകനായി നൽകുന്നുണ്ട്. എന്നാൽ ഇന്ന് അത്തരം കളിയിടങ്ങൾ കുറയുന്നു, കളിക്കാൻ പറ്റാത്ത സ്ഥിതി വരുന്നു. അതിൻ്റെ ഭാഗമായി ചെറിയ ചെറിയ തോൽവി പോലും വലിയ വലിയ പ്രശ്നങ്ങളായി പുതിയ തലമുറ കാണുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ചെറിയൊരു തോൽവി താങ്ങാൻ പറ്റാത്ത സ്ഥിതി വരുന്നു. ചെറിയൊരു തോൽവി ഉണ്ടാക്കുന്ന മാനസിക ആഘാതം സമൂഹത്തെ ഫേസ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വരുന്നു. ഇതിനെയൊക്കെ മറികടക്കാൻ ചെറിയ ചെറിയ പരാജയങ്ങൾ, ചെറിയ ചെറിയ വേദനകൾ, ചെറിയ ചെറിയ ടെൻഷനുകൾ, അതിനെ മറികടക്കാനുള്ള ഒരു ഉപകരണമായി ലഹരി മാറുന്നു. അപ്പോൾ പൊതു ഇടങ്ങൾ വർദ്ധിക്കുക, കളിയിടങ്ങൾ വർദ്ധിക്കുക, കലാകായിക മേഖലയെ വളർത്തുക എന്നുള്ളതൊക്കെ തന്നെ ലഹരിക്കെതിരെയുള്ള ഒരു പ്രതിരോധം കൂടിയാണ്. ഏതു തരം കൂട്ടായ്മകളും വളരെ പോസിറ്റീവായി നാം കണ്ടുകൊണ്ട് അതിനെ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തി പുതിയ തലമുറയെ ആകെ കുറ്റപ്പെടുത്താതെ അവരുടെ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്കൊരു കൈത്താങ്ങായി മാറുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തർക്കും ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന കാര്യം. ഇവിടെ SKN അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തെ ഒരു ലഹരിയായി കണ്ടിരിക്കുകയാണ്. ഈ 40 കൊല്ലം മാധ്യമ പ്രവർത്തനത്തെ ഒരു ലഹരിയായിട്ടാണ് അദ്ദേഹം കണ്ടത്. കലാരംഗത്തും കായിക രംഗത്തും അതുപോലെ ഏതൊരു മേഖലയെയും സ്വയം ലഹരിയായി കണ്ട് ആ മേഖലയിലേക്ക് പുതിയ തലമുറയെ തള്ളിവിടുക, അവരുടെ പാഷൻ എന്തെന്ന് മനസ്സിലാക്കി അവരെ അതിലേക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതിന് നമ്മളെല്ലാവർക്കും കൈകോർക്കാം. സാധ്യമാകുന്ന എല്ലാവരെയും കൈകോർത്തുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ ശക്തിപ്പെടുത്താം. അതിന് തീർത്തും മാതൃകയാണ് SKൻ്റെ നേതൃത്വത്തിലുള്ള 24 ടീമിൻ്റെ ഈ പ്രവർത്തനം. അതിന് സർക്കാരിൻ്റെ എല്ലാവിധ പിന്തുണയും, സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ ലഹരിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ക്യാമ്പയിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി സന്തോഷപൂർവ്വം അറിയിക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഈസ്റ്റർ ആശംസകൾ. താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു. സിമൈജി ചെയർമാൻ ശ്രീ AK ഷാജി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ഒന്ന് ക്ഷണിക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കുള്ള ഒരു സമ്മാന പദ്ധതി കൂടിയുണ്ട്. ആ ലൈറ്റ് പോൾസിന് താഴെ അതിനുള്ള അപേക്ഷാ ഫോറങ്ങളുണ്ട്. അത് പൂരിപ്പിച്ച് നമ്മുടെ ഈ പെട്ടിയിലൊന്നിട്ടാൽ
5 സ്പാനിയോ TV അത് എടുത്ത് കിട്ടുന്നവർക്ക് 5 സ്പാനിയോ TV സമ്മാനമായി നൽകുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധയിൽ വെക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സമാപന സമ്മേളനത്തിൽ ആശംസാ പ്രസംഗത്തിനായി ശ്രീ MK രാഘവൻ MP ക്ഷണിക്കുന്നു. കോഴിക്കോടിന്റെ രാഘവേട്ടനെ ക്ഷണിക്കുകയാണ്. വെൽക്കം സർ. ചടങ്ങിന്റെ മുഖ്യാതിഥി ശ്രീ MK രാഘവൻ MP. വേദിയിലുള്ള അഭിവന്ദരും ആദരണീയരുമായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, മാധ്യമലോകത്തിൻ്റെ മഹിതമായ പാരമ്പര്യവും പൈതൃകവും ഉയർത്തിപ്പിടിക്കുന്ന അപൂർവം മാധ്യമപ്രവർത്തകരിൽ ഒരാളായിട്ടുള്ള SKയുടെ ഈ ഒരു ലഹരിക്കെതിരെയുള്ള ഈ സതുദ്യമകരമായിട്ടുള്ള മുന്നേറ്റത്തിന് എല്ലാവിധ ആശംസകളും നന്മകളും നേരുകയാണ്. പ്രത്യേകിച്ച് പ്രളയത്തിൻ്റെയും പേമാരിയുടെയും ഭീതിജനകമായ ഒരു അന്തരീക്ഷം നമ്മുടെ മനസ്സിലുണ്ട്. അതിനുശേഷം നമ്മളെ മാരകമായി ബാധിച്ചിട്ടുള്ള വിപത്തിനെക്കുറിച്ചാണ് ബോധവൽക്കരണവുമായി SK രംഗത്തിറങ്ങിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ 1 മാസക്കാലത്തെ നീണ്ട ഈ ദൗത്യം സഫലമാകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. പ്രത്യേകിച്ച് കേരളം, മിക്ക കാര്യങ്ങളും കേരളം മുന്നിലാണെന്ന് എല്ലാവർക്കും അറിയാം. വിദ്യാഭ്യാസത്തിലും സാക്ഷരതയിലും സംസ്കാരത്തിലും എല്ലാം കേരളം മുമ്പിലാണ്. മദ്യപാനത്തിലും കേരളം മുമ്പിലാണ്. ഏറ്റവും ഒടുവിൽ ഈ മയക്കുമരുന്ന് കഴിക്കുന്ന കാര്യത്തിലും കേരളം മുമ്പിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന നഗരങ്ങളിൽ 3-ാം സ്ഥാനം നമ്മുടെ കൊച്ചിക്കാണ്. അതിൻ്റെ കാരണം ലഹരിയാണ്. അത് കഴിഞ്ഞാൽ കേരളത്തിൽ 3 പ്രദേശങ്ങൾ, 3 നഗരങ്ങൾ മയക്കുമരുന്ന് സംഘം കീഴടക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് തിരുവനന്തപുരം, ഒന്ന് കൊച്ചി, ഒന്ന് കോഴിക്കോടാണ്. ഒന്ന് കൊച്ചി, ഒന്ന് കോഴിക്കോടാണ്. സ്വാഭാവികമായും ഈ ഒരു വിപത്ത് എന്തുകൊണ്ടാണ് തടയാൻ കഴിയാതെ പോകുന്നത്? എല്ലാ ദിവസവും നിങ്ങൾ മാധ്യമങ്ങളിൽ വായിക്കുന്നുണ്ടാകും, MDMA പിടിച്ചു എന്ന വാർത്ത വായിക്കാത്ത ഒറ്റ ദിവസം നിങ്ങൾക്കുണ്ടാകില്ല. എന്തുകൊണ്ട് ഒരേയിടം കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന മൗലികമായ ചോദ്യത്തിന് നമ്മളെല്ലാം ഉത്തരം പറയേണ്ടവരാണ്. നമുക്ക് പോലീസുണ്ട്, എക്സൈസുണ്ട്, ഷേഡോ പോലീസുണ്ട്, സന്നദ്ധ സംഘടനകളെല്ലാമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല, അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം ഇന്നും അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. അതിനാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. ഇവിടെ SK നടത്തുന്ന ഈ ഒരു ശ്രമം അല്ലെങ്കിൽ ഈ ഒരു ദൗത്യം നമുക്ക് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കാരണം വരുന്ന തലമുറ മുഴുവനും പൂർണ്ണമായും ഈ വിപത്തിൽ പെടുമോ എന്ന് ഭയപ്പെടുന്ന ഒരാളാണ് ഞാൻ. കോഴിക്കോട്ട് നടക്കുന്ന ഓരോ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. വളർന്നു വരുന്ന ഒരു തലമുറ നാശത്തിലേക്ക് പോകുമോ എന്ന് ഭയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഒന്ന്, നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾക്ക് അവരുടെ മനസ്സിൽ രക്ഷിതാക്കൾ കൊടുക്കുന്ന ഒരു സൂചന എന്ന് പറയുന്നത് വിജയം മാത്രമാണ്. തോൽവി എന്താണെന്ന് കുട്ടികൾക്ക് അറിയുന്നില്ല. കുട്ടികൾക്കൊരിക്കലും ഒന്നിനെയും നേരിടാനുള്ള ശക്തി ഉണ്ടാകുന്നില്ല. ഏത് വന്നാലും ഫേസ് ചെയ്യാനുള്ള ആത്മധൈര്യം കുട്ടികൾക്കുണ്ടാകുന്ന, എല്ലാറ്റിനും മുമ്പിലും പതറിപ്പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമ്മുടെ കുട്ടികൾ നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ട ശീലമുണ്ട്. കുട്ടികൾ കൂടുതൽ എല്ലാ ദിവസവും നമ്മുടെ കുട്ടികളെ, നമ്മുടെ മക്കളെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഓരോ കാര്യങ്ങളും അവരുമായി സംസാരിച്ച് അവർ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേണ്ട ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കാണ്, പാരൻസിനാണ്. അവർ എങ്ങോട്ട് പോകുന്നു, എവിടെ പോകുന്നു, ആരുമായി ബന്ധപ്പെടുന്നു, എന്ത് വാങ്ങിക്കഴിക്കുന്നു. കാരണം സിന്തറ്റിക് ഡ്രഗ്സ് കേരളത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സപ്ലൈ ചെയിൻ നടന്നു വരികയാണ്. തർക്കം നിങ്ങൾക്ക് വേണ്ട. ഇത് ഇല്ലാതാക്കണമെങ്കിൽ എന്താണ് മാർഗം? നമ്മുടെ നിയമവ്യവസ്ഥയിൽ പോലും ഇത്തരം കാര്യങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷ എല്ലാവർക്കും അറിയാം.
എന്നാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഞാൻ കഴിഞ്ഞ ലോക്സഭാ സമ്മേളന കാലത്ത് ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് കൊടുത്തിട്ടുണ്ട്. എടുത്തില്ല, അടുത്തവൾ എടുക്കും എന്നാണ് പ്രതീക്ഷ. കഠിനമായ തടവ്, കഠിനമായ ശിക്ഷ കൊടുക്കുന്ന രീതിയിൽ നിയമം ഉണ്ടാകണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഏതായാലും പ്രത്യേകിച്ച് നമ്മുടെ പാരൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവരുടെ മനസ്സിൽ ഏക ചിന്ത കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് അവരുടെ സമ്പാദ്യം. അതിനുവേണ്ടി സർവസ്വം സമർപ്പിക്കപ്പെടുന്ന ഒരു രക്ഷിതാക്കളുടെ കാലഘട്ടം എന്ന് എല്ലാവർക്കും അറിയാം. ഒരു തലമുറ ഇല്ലാതായാൽ എന്തു ചെയ്യും എന്ന് നമ്മൾ ആലോചിക്കണം. തീർച്ചയായും SKയുടെ ഈ ഒരു ദൗത്യം എല്ലാ അർത്ഥത്തിലും വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ആദ്യം സൂചിപ്പിച്ച പോലെ കേരളത്തിലെ മാധ്യമരംഗത്ത് അറിയപ്പെടുന്ന ഒരു ശക്തനായ മാധ്യമപ്രവർത്തകൻ, നേരിന് വേണ്ടി പോരാടുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, ആ മാധ്യമപ്രവർത്തകൻ്റെ ഈ മുന്നേറ്റം സഫലമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വളരെ നന്ദി ശ്രീ MK രാഘവൻ MP, താങ്കളുടെ ആവേശോജ്വലമായ വാക്കുകൾക്ക്. ഇനിയും ഈ പ്രൗഢോജ്വലമായ സദസ്സിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന്, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി കോഴിക്കോട് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റവറൻഡ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാരായ സഹോദരീ സഹോദരന്മാരെ, വാത്സല്യമുള്ള കൊച്ചുമക്കളെ, SKN40 എന്ന പേരിൽ നടത്തുന്ന ഈ ലഹരി വിരുദ്ധ പരിപാടിക്ക് നിങ്ങൾ കൊടുക്കുന്ന ഈ സഹകരണം ഈ ഒരു പരിപാടിയുടെ വിജയമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഏതാണ്ട് 30 ദിവസങ്ങളായി നമ്മുടെ പ്രിയങ്കരനായ SKN ഇരുപത്തിനാല് ചാനലിൻ്റെ പ്രിയങ്കരനായ SKN തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തിയ ഈ യജ്ഞം ഈ കോഴിക്കോട് കടപ്പുറത്ത് കോഴിക്കോട് ബീച്ചിൽ അവസാനിക്കുകയാണെന്ന് നമുക്കറിയാം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് അവസാനിക്കുകയല്ല, മറിച്ച് തുടക്കം കുറിക്കുകയാണ്. നമ്മളെ നേരിടുന്ന ഏറ്റവും വലിയ വിപത്തായ ഈ ലഹരി, മയക്കുമരുന്ന്, മദ്യം, ഇവയ്ക്കെതിരെയുള്ള പോരാട്ടം നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നമ്മുടെ മനസാക്ഷിയോട്, നമ്മുടെ ഹൃദയത്തോട്, നമ്മുടെ മനസ്സിനോട് നമ്മുടെ പ്രിയങ്കരനായ SKN ഈ ദിവസങ്ങളിൽ വിളിച്ചു പറയുകയായിരുന്നു. ഞാൻ ഈ അവസരത്തിൽ SKN നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന് മംഗളം നേരുന്നു, കരുത്ത് നേരുന്നു, ചൈതന്യം നേരുന്നു. ഇതുപോലെ സമൂഹത്തിൽ നടക്കുന്ന അനീതികളെ ചെറുത്ത് തോൽപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ നാവിന് കരുത്തുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, ഇന്ന് ഈസ്റ്റർ തിരുനാളാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഈസ്റ്ററിൻ്റെ, ഉയർപ്പ് തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യരെ ഉയർപ്പിക്കുവാൻ വേണ്ടി, അവരെ ഉണർത്തുവാൻ വേണ്ടി SKN നടത്തിയ
ഒരു കഠിന പ്രയത്നമാണ് ഈ 30 ദിവസത്തെ യാത്ര എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനാണെങ്കിൽ ഇന്ന് തൃശ്ശൂർ ഇതുപോലെ സമയത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ആ പരിപാടിയിൽ സംബന്ധിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ 24-ലെ ദീപക് എന്നെ വിടുന്നുണ്ടായിരുന്നില്ല. ദീപക് പറഞ്ഞു, എങ്ങനെയായാലും പിതാവ് വരണം, ഈ പരിപാടിയിൽ പങ്കെടുക്കണം. അങ്ങനെ SKന് അനുമോദനങ്ങൾ അർപ്പിക്കണമെന്ന്. ദീപക് വളരെ വർഷങ്ങളായിട്ട് ഞാൻ അറിയുന്ന എൻ്റെ നല്ലൊരു സുഹൃത്താണ്. അതുപോലെ തന്നെ നമ്മുടെ SKN കേരള മനസാക്ഷി എപ്പോഴും ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കുവാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു. എനിക്കതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഇവിടെ വരാനും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും സാധിച്ചത് വളരെ വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. മാത്രമല്ല, ഈ SKN നടത്തുന്ന കാര്യങ്ങളിൽ, ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുമെന്ന്, നമ്മളെല്ലാവരും ഭാഗവാക്കുകളാകുന്ന അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് നമ്മളെല്ലാവരും വിളിച്ചു പറയുകയാണ്. നിങ്ങൾ പങ്കെടുക്കില്ലേ? പങ്കെടുക്കില്ലേ? അതാണ്, നമ്മൾ പങ്കെടുക്കണം. ഇത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീമാൻ MK രാഘവൻ പറഞ്ഞുകൊണ്ട് പോയത് കേട്ടോ. അതായത് നമ്മളിവിടെ പല കാര്യങ്ങളിലും ഫസ്റ്റാണ്, ഒന്നാമതാണ്. അത് ലഹരി എടുക്കുന്ന കാര്യത്തിലും കേരളം ഒന്നാമതാണെന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. പ്രത്യേകിച്ച് നമ്മുടെ തലമുറയെ നശിപ്പിക്കാൻ, വരുന്ന തലമുറയെ ഈ രാജ്യത്തിന് വേണ്ടിയോ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയോ പ്രവർത്തിക്കാൻ കഴിയാത്ത മനുഷ്യനാക്കി തീർക്കാൻ ഈ ഒരു ലഹരിക്ക് കഴിയുമെന്ന് നിങ്ങൾക്കറിയാം. ഈ അടുത്ത കാലത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, ഒരു മോൻ പറയുകയാണ്, ഞാൻ എൻ്റെ അമ്മയെ കൊന്നത് അമ്മയ്ക്ക് എനിക്ക് ജന്മം തന്നതിന് ഞാൻ നൽകിയൊരു സമ്മാനമാണെന്ന്. ലഹരിയല്ലാതെ അവനെ കൊണ്ട് അത് പറയിപ്പിക്കുന്നതാണ്. വേറൊരാൾ തൻ്റെ കൂട്ടുകാരനെ ഇടിച്ച് ശരിയാക്കി അവരെല്ലാവരും കൂടി കൊന്നു. എന്നിട്ട് പിന്നീട് പറയുകയാണ്, അവൻ്റെ കണ്ണ് ഞാൻ ശരിക്കും ഇടിച്ച് ശരിയാക്കിയെന്ന്. ഇങ്ങനെ ഇതൊക്കെ ലഹരിയുടെ പ്രവർത്തനമല്ലാതെ മറ്റെന്താണ് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് നമ്മുടെ SKN, പ്രിയപ്പെട്ട SKനോടൊപ്പം നമ്മളെല്ലാവരും അണിചേരണം. നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തൊക്കെ രക്ഷിക്കാൻ കഴിയുന്ന ഈ ഒരു ലഹരി വിരുദ്ധ പ്രവർത്തനം നമ്മുടെ എല്ലാവരും ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ SKN ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ പ്രവാചകനാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കി അതിനോട് പ്രതികരിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മനസാക്ഷിയെ ഉണർത്തുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് നമ്മുടെ ശ്രീകണ്ഠൻ നായർ. അദ്ദേഹം SKN എന്നറിയപ്പെടുന്നു. അപ്പോൾ ഒരു പ്രവാചകന്റെ ധർമ്മം എന്താണ് ചോദിച്ചാൽ, ടു സീ, ടു ജഡ്ജ്, ടു ആക്ട്. ഈ 3 കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. ടു സീ, ഈ ലഹരി വരുത്തുന്ന വിനാശകരമായ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അദ്ദേഹം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം കാണുന്നു, അതിനെക്കുറിച്ച് അദ്ദേഹം വിലയിരുത്തുന്നു. എന്നിട്ട് ഇതിന് പരിഹാരമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അങ്ങനെ മനുഷ്യനൊരു നവദർശനം നൽകി മനുഷ്യനെ മനുഷ്യനാക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യൻ്റെ മനസ്സാക്ഷി മരിക്കാതിരിക്കാൻ വേണ്ടി, മനുഷ്യൻ്റെ മനസ്സാക്ഷി ഉണർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന SKന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് അദ്ദേഹത്തെ ഈശ്വരൻ, ദൈവം, അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ധാർമ്മികാവേശം നിറച്ച വജ്രസമാന വാക്കുകൾക്ക് പിതാവേ നന്ദി.
അസൈലം ലേണിംഗ് ഡയറക്ടർ ശ്രീ ലിജീഷ് കുമാറിനെ കൂടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുക. പ്രിയപ്പെട്ടവർ, നമ്മൾ ഒരുപാട് കൂട്ടായ്മകൾ കണ്ടിരുന്നു. യാത്രയ്ക്കുടനീളമായ യാത്രയ്ക്ക് സകലവിധമായ പിന്തുണയുമായ ഒരുപാട് കൂട്ടായ്മകളെ കണ്ടിരുന്നു. ആ കൂട്ടായ്മകളിൽ പലവരെയും ഇവിടെയും അവരുടെ യൂണിഫോം ഒക്കെ വഴി കാണുന്നുണ്ട്. ഞാൻ ഈ വേദിയിലേക്ക് വരുമ്പോൾ ഓൾ കേരള നൗഷാദ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നൗഷാദ് എന്ന പേരുള്ള ഒരു കൂട്ടായ്മയുണ്ട്. ആ നൗഷാദ് അസോസിയേഷൻ കേരളത്തിലെമ്പാടുമുള്ള ഒരു ചുരുങ്ങിയത് 10,000 പേരെങ്കിലും ഉള്ള ഒരു സംഘടനയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ അത്തരം കൂട്ടായ്മകൾക്കൊക്കെ ഒക്കെ നന്ദി. ഒരു കാര്യം കൂടി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ആ ലൈറ്റ് പോസ്റ്റ് താഴെ ഒരു അപേക്ഷാ ഫോറങ്ങളുണ്ട്. അത് പൂരിപ്പിച്ചിട്ടാൽ 5 സ്പാനിയോ TV നറുക്കെടുപ്പിലൂടെ കിട്ടാനുള്ള ഒരു അവസരമുണ്ട്, മറക്കണ്ട. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ യോഗത്തിന് ആശംസ അറിയിക്കാൻ ക്ഷണിക്കുന്നു BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ P. രഘുനാഥിനെ 2 വാക്കുകൾ പറയാൻ വേണ്ടി ക്ഷണിക്കാം. വെൽക്കം സാർ. ബഹുമാനീയരായ പ്രമുഖ വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, SKയുടെ നേതൃത്വത്തിൽ 24 ചാനൽ നടത്തിയിട്ടുള്ള ഈ ക്യാമ്പയിൻ, ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ, അത് ക്രിയാത്മകമായ ഒരു പരിപാടിയാണ്. നമുക്കറിയാം, ലോകം മുഴുവൻ നേരിടുന്ന സാമൂഹ്യ വിപത്തായി ഇന്ന് ലഹരി മാറിക്കൊണ്ടിരിക്കുന്നു. സമൂഹത്തെ കാർന്നു നിന്ന ഒരു ക്യാൻസറായിട്ട് അത് മാറി എന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ ദാരുണമായ സംഭവങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന 90% ക്രൈമുകളും. ഇത് ഈ വിപത്തിനെതിരായിട്ട് രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്കതീതമായി ഒരു വലിയ മനുഷ്യ കൂട്ടായ്മ, ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ ഇറങ്ങിത്തിരിഞ്ഞിട്ടുള്ള 24 ചാനലും SKയും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. യഥാർത്ഥത്തിൽ അവരെ പ്രണമിക്കുകയാണ്. കാരണം ഇതിന് ചങ്കൂറ്റത്തോടു കൂടി ഇതിനെതിരായിട്ടുള്ള, രാസലഹരിക്കെതിരായിട്ടുള്ള ആ മുന്നേറ്റം സംഘടിപ്പിക്കാൻ തയ്യാറായത് ഒരു പ്രതീക്ഷയാണ്, പ്രേരണയാണ്. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ അണിനിരക്കണം എന്നുള്ള അഭ്യർത്ഥന ഞാൻ ഈ അവസരത്തിൽ ഇവിടെ അറിയിക്കുകയാണ്. എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും പ്രസ്ഥാനത്തിൻ്റെയും സർവ്വ പിന്തുണയും ഈ മുന്നേറ്റത്തിന്, ഈ കൂട്ടായ്മയ്ക്ക് ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. വന്ദേ മാതരം. നന്ദി ശ്രീ P. രഘുനാഥ്, അങ്ങയുടെ നല്ല വാക്കുകൾക്ക്. നമ്മൾ ഉദ്ഘാടന ചടങ്ങ് ഏതാണ്ട് ഒരു 7 മണിയോടെ അവസാനിപ്പിക്കണമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. കുറച്ച് നീണ്ടുപോകുന്നുണ്ട്. നമുക്ക് വളരെ വേഗത്തിൽ തന്നെ അടുത്ത സമ്മേളന പരിപാടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇനി 2 വാക്ക് സംസാരിക്കുന്നതിനായി സ്വാമിജി ശ്രീ ഗുരുരത്നം ജ്ഞാനതപസ്യയെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ മഹാസാഗരത്തെ സാക്ഷി നിർത്തി, ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തി ഏറെ ചരിത്രപരമായ ഒരു ദൗത്യം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. കഴിഞ്ഞ 1 മാസക്കാലത്തിലേറെയായി കേരള മനസാക്ഷിയെ തൊട്ടുണർത്തിയ സ്വാർത്ഥകമായ ഒരു യാത്രയുടെ ശുഭകരമായ പര്യവസാനം നമ്മളെല്ലാവരെയും വലിയ കൃതാർത്ഥതയിലാണ് അത് എത്തിച്ചേർത്തിരിക്കുന്നത്. ഇവിടെ ഇന്നത്തെ പരിപാടിയിൽ ഇത് കഴിഞ്ഞതിന് ശേഷം ഒട്ടനവധി കാര്യങ്ങൾ നടക്കുവാനുണ്ട്. എല്ലാവരും അക്ഷമരായി അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഈ പരിപാടി തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ പരമമായ കാരുണ്യ കൃപാ കടാക്ഷത്താൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നന്മയുള്ളതായി തീരട്ടെ. ഇനിയും SKന് ഒരുപാട് ദൂരം മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. VP
VPS ലേക്ഷോർ CEO ശ്രീ ജയേഷ് നായരെ കൂടി 2 വാക്കുകൾ സംസാരിക്കാൻ ക്ഷണിക്കും. വെൽക്കം സർ. ജയേഷ് നായർ, VPS ലേക്ഷോറിന്റെ CEO ആണ് അദ്ദേഹം. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ഓൺ ദ സ്റ്റേജ്, ഓഫ് ദ സ്റ്റേജ്, മൈ ഡിയർ നാട്ടുകാരെ, ഫ്രണ്ട്സ്, ആദ്യമായിട്ട് SKN സാറും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കുറുവനും എൻ്റെ വളരെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. ഈ ഒരു ദൗത്യം ഏറ്റെടുത്ത് ഇതിൻ്റെ പിന്നാലെ പ്രവർത്തിച്ച എല്ലാ അംഗങ്ങൾക്കും ഒരു I would say a standing ovation is required because it's not an easy task. നമ്മളെല്ലാവരും ഓഫീസിലിരുന്ന് AC ഓഫീസിലിരുന്ന് കാര്യങ്ങൾ കാണുമ്പോഴും സംസാരിക്കുന്നതും വളരെ എളുപ്പമാണ്. പക്ഷേ ഓൺ ദ ഗ്രൗണ്ട് ഇറങ്ങി ഓരോ സ്ഥലത്ത് പോയി ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് ഇത്ര നിസ്സാരമായി നല്ല രീതിയിൽ നമ്മളെല്ലാവരെയും ഇതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ദൗത്യം ഇന്നിവിടെ അവസാനിക്കുന്നില്ല. നമ്മളെല്ലാവരും ഇത് ചേർത്ത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത്, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നിയർ ബൈ നമുക്ക് അറിയാവുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെസ്പെക്റ്റീവ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അറിയിച്ച് അതിൻ്റെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്ത് ഇതിനെ ഇല്ലാതാക്കാൻ എന്തൊക്കെ ചെയ്യണമോ ആ മെഷേഴ്സും ആ സ്റ്റെപ്സും നമ്മൾ എല്ലാവരും എടുക്കണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഈ ഒരു ദൗത്യം ഇനിയും തുടരട്ടെ. നമ്മളെല്ലാവരുടെ ജീവിതത്തിൽ ഇതിനെ ഒരു ഇൻസ്പിറേഷനായി കരുതി നമ്മൾ ഇനിയും ഈ ഒരു എന്താ പറയുക, നമ്മുടെ ലഹരി വിരുദ്ധമായ ഈ യാത്ര തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ആശംസകൾ അർപ്പിക്കുന്നതിനായി ശ്രീ AK ഷാജി, അദ്ദേഹം മൈജിയുടെ ചെയർമാനാണ്, ക്ഷണിക്കുന്നു വേദിയിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. 40 വർഷം മാധ്യമരംഗത്ത് പൂർത്തിയാക്കിയ നമ്മുടെ SK കേരളത്തിൽ നയിക്കുന്ന ലഹരിക്കും അക്രമത്തിനുമെതിരെ SKN 40ക്ക് എൻ്റെയും മൈജിയുടെയും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം 24 ചാനലിൻ്റെ ഇതിൻ്റെ ബാക്കിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് കൂടി അറിയിക്കുന്നു. താങ്ക് യു. സൈലം ലേണിംഗ് ഡയറക്ടർ എഴുത്തുകാരൻ ശ്രീ ലിജീഷ് കുമാറിനെ കൂടി 2 വാക്ക് സംസാരിക്കും. നമസ്കാരം. കേരളത്തിൽ ഒരുപാടേറെ വാർത്താ ചാനലുകളുടെ ബാഹുല്യമാണ് എന്ന് നമ്മൾ എപ്പോഴും പറയും. അതിലെവിടെയാണ് ഞങ്ങൾ നിൽക്കേണ്ടത് എന്ന ചോദ്യം തീർച്ചയായും ഓരോ ചാനലുകളും ഓരോ ദിവസവും സ്വയം ചോദിക്കാനുമിടയുണ്ട്. ആ ചോദ്യത്തിന് കോഴിക്കോടൻ കടപ്പുറത്തെ ഇത്രയേറെ മനുഷ്യരെ സാക്ഷി നിർത്തി 24 ഇങ്ങനെയൊരു ഉത്തരം പറയാൻ തീരുമാനിക്കുന്നു. ഞങ്ങൾ നിൽക്കേണ്ടത് കേരളത്തിൻ്റെ പൊതുമനസാക്ഷിക്കൊപ്പമാണ്. ഞങ്ങളുള്ള കാലത്ത് ഞങ്ങളെ കാണുന്ന മനുഷ്യർ കുറേ കൂടെ സുരക്ഷിതരായി ജീവിക്കേണ്ടതുണ്ട്. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് ശ്രീകണ്ഠൻ സാറും അദ്ദേഹത്തിൻ്റെ ചാനലും ഇത്ര ഉച്ചത്തിൽ സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ വലിയ സന്തോഷം സത്യത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഉണ്ട്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് ഒരുപക്ഷെ സൈലത്തിൽ പഠിക്കുന്ന, നാളെ പഠിക്കാനിരിക്കുന്ന ഒരുപാടേറെ കുഞ്ഞുങ്ങളെയാണ് എന്നതുകൊണ്ട് ലഹരി വല്ലാതെ അപായപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറ അവരുടേതാണ് എന്നതുകൊണ്ട് ശ്രീകണ്ഠൻ സാറിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും ഒപ്പം ചേർന്ന് നിന്ന് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്, ഞങ്ങൾ കേരളത്തിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായി നിൽക്കുന്ന കാലത്തോളം ഞങ്ങളിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ചേർത്തു പിടിക്കും. അവരപായപ്പെട്ടുകൂടാ എന്ന ബോധ്യം എപ്പോഴും ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്ന്
ഈ യാത്രയോട് ചേർന്ന് നിന്ന് പറയുന്നു. എല്ലാവിധ ആശംസകളും തുടർന്ന് അങ്ങോട്ടുള്ള യാത്രയിലും ഫ്ലവേഴ്സിനും 24-നും ശ്രീകണ്ഠൻ സാറിനും ഉണ്ടാവട്ടെ. നന്ദി. അടുത്തതായി ഫ്ലവേഴ്സ് COO ശ്രീ സന്തോഷ് ജെ നായർ 2 വാക്ക് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൂടുതൽ സമയം ആരുടെയും എടുക്കില്ല ഇനി, ബിക്കോസ് എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും SKN ഒരു മാസം ചെയ്ത ഈ ജേർണിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ട്. സോ ഐ ബേസിക്കലി വാണ്ട് ടു താങ്ക് എവറി വൺ, our sponsors who has been there throughout our journey, who has been there with us from the day one, and also most importantly thank SKN in taking this journey, the fight against drugs, and we should all take an oath over here that we will fight against drugs till the time we can. Thank you very much. Thanks. താങ്ക് യു സാർ. ഇനി ഒരു പ്രഖ്യാപനമാണ്. 40 ഗവൺമെൻറ് സ്കൂളുകൾക്ക് 40 കമ്പ്യൂട്ടർ ലാബുകൾ നൽകുന്നതിൻ്റെ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിൻ്റെ വിശദാംശങ്ങൾ പറയാൻ വേദിയിലേക്ക് ഞാൻ PP ജെയിംസിനെ ക്ഷണിക്കുന്നു. വെൽക്കം സാർ. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഹലോ കോഴിക്കോട്. സാധാരണ ഞാൻ SKNൻ്റെ കൂടെ എല്ലാ ദിവസവും സ്ക്രീനിൽ വരുന്നത് വിദേശ വാർത്തകൾ പറയാനാണ്. ഞങ്ങൾ കഴിഞ്ഞ 3 വർഷമായി ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് ഇസ്രായേൽ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചാണ്. ആ യുദ്ധത്തിനെതിരെയാണ് ഞങ്ങൾ സംസാരിക്കാറുള്ളത്. പക്ഷേ ഇവിടെ SKN പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു നന്മയുടെ യുദ്ധമാണ്. ആ നന്മയുടെ യുദ്ധത്തിൻ്റെ എന്താ പറയുക, ആദ്യഘട്ടത്തിൻ്റെ സമാപനമാണ് നടക്കുന്നത്. ഇവിടെ ഒരുപാട് പേര് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. 10,000-കണക്കിന് ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഈ 24-ന് ഫ്ലവേഴ്സിന് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ, മലയാളികൾ നൽകുന്ന ഒരു വലിയ സ്വീകരണം, അതിന് നേതൃത്വം നൽകുന്ന SKN at 40-ക്ക് നൽകിയ വലിയൊരു സ്വീകരണമായിട്ട് ഞങ്ങളിതിനെ കാണുകയാണ്. ഞങ്ങളുടെ ചെയർമാൻ ആലിങ്കൽ മുഹമ്മദ് സാർ അടക്കമുള്ളവരിവിടെ ഉണ്ട്. ഞങ്ങൾ 24-ഉം ഫ്ലവേഴ്സും ഈ ലഹരിക്കെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ജനങ്ങളോടൊപ്പം, കേരളത്തിലെ സമൂഹത്തോടൊപ്പം ഒരുപക്ഷെ ഇത് ചരിത്രം കുറിക്കുന്നൊരു യാത്ര കൂടിയായിരുന്നു. നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് ഒരു 30 ദിവസത്തിലേറെ ഈ ചൂട് സഹിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു മാധ്യമ പ്രവർത്തകനും ഇതുപോലെ ഒരു ജൈത്രയാത്ര നടത്തിയിട്ടുള്ളത്. ഇതൊരു ചരിത്രം കുറിക്കുന്ന ഒരു യാത്രയാണ് നടന്നത്. അതിൻ്റെ സമാപനത്തിൽ ഇതിനെതിരെ നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ എന്ത് പകരം സൊല്യൂഷൻ, അതിന് പ്രതീകാത്മകമായിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു കമ്പ്യൂട്ടർ ലാബാണ്. 40 കമ്പ്യൂട്ടർ ലാബുകളാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സർക്കാർ സ്കൂളുകളിൽ നമ്മൾ നൽകുന്നത്. അത് 24-ൻ്റെ ചാനലിൻ്റെ സാമൂഹ്യ സേവന ശൃംഖലയായ ലോകമെമ്പാടുമുള്ള മലയാളികളെ ബന്ധിപ്പിക്കുന്ന 24 കണക്റ്റും കൊച്ചൗസേബ് ചിറ്റലപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള K ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്നുള്ള ഇതാണ് നൽകാൻ പോകുന്നത്. SKN at 40-ക്ക് ആ 40-യുടെ ഭാഗമായിട്ടുള്ള 40 കമ്പ്യൂട്ടർ ലാബുകൾ. കമ്പ്യൂട്ടർ വിദ്യയുടേതാണ്. വിദ്യ കൊണ്ട് ലഹരിയെ നേരിടുക, അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ളൊരു പ്രഖ്യാപനമാണ്. ഞാൻ പെട്ടെന്ന് വായിച്ചോളാം, സമയക്കുറവുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആരംഭിക്കുകയാണ്. നമ്മൾ കൊടുക്കാൻ പോകുന്ന കമ്പ്യൂട്ടർ ലാബുകൾ കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, ചാമുണ്ടിക്കുന്ന് ഹൈസ്കൂൾ, GHSS ഉദിനൂർ, ബളാംതോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇതാണ് കാസർഗോഡ് ജില്ലയിൽ ഈ 4 സ്കൂളുകൾക്കാണ് കമ്പ്യൂട്ടർ ലാബ് നൽകുന്നത്. കണ്ണൂർ ഗവൺമെൻറ് UP സ്കൂൾ വലിയരിക്കാമല, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നെടുങ്ങോം, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകണ്ഠാപുരം, ബീനാച്ചി ഗവൺമെൻറ് സ്കൂൾ ബത്തേരി, തിരുനെല്ലി ചേകാടി ഗവൺമെൻറ് UP സ്കൂൾ, കാപ്പിൽ സെറ്റ് MMGHS സ്കൂൾ പുൽപ്പള്ളി. ഇത് കണ്ണൂരിലും വയനാടുമുള്ള. ഒരു ചെറിയ ഭേദഗതി വെച്ചാലോ? വേറെ ഒന്നുമല്ല, നമുക്ക് ഇത് വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്താം. ഇത്രയും ആൾക്കാർ ഞാൻ ഇത്രയും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് SKN പറഞ്ഞ പോലെ ഇത് ഞങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. എല്ലാ ജില്ലകളിൽ നിന്നുള്ള സ്കൂളുകളുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ, എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. താങ്ക് യു. ഒരു കാര്യം PP ജെയിംസ് പറഞ്ഞ കാര്യം, 14 ജില്ലകളിലായിട്ടാണ് 40 കമ്പ്യൂട്ടർ ലാബുകൾ കൊടുക്കുന്നത്. K ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ്റെ സഹായത്തോടെയാണ് 24 കണക്റ്റ് അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടെ ഈ
ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത്. എന്തായാലും അതൊരുപാട് കുട്ടികളെ ടെക്നോളജിയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ കാരണമാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ക്ഷണിക്കാം. പ്രിയങ്കരനായ ഞങ്ങളുടെ ചെയർമാൻ ശ്രീ ആലിംഗൽ മുഹമ്മദ്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ശ്രീ മുഹമ്മദ് റിയാസ്, വേദിയിലുള്ള മറ്റ് പ്രമുഖരെ, ശരിക്കും കേരളത്തിലുടനീളം സഞ്ചരിച്ചപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു യാത്ര നടത്തിയപ്പോൾ ഈ പൊള്ളുന്ന ചൂടായിരുന്നില്ല എൻ്റെ മനസ്സ് നിറയെ. ഒരു 60 അംഗ 24-ൻ്റെ സംഘം എനിക്കൊപ്പം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. എന്നെ നോവിച്ചതും പൊള്ളിച്ചതുമൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ എത്രയോ ഭീകരമായി കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വാർത്താ ചാനലിൻ്റെ AC മുറിയിലിരുന്ന് കാര്യങ്ങൾ കാണുമ്പോൾ ഇതൊന്നും അത്ര ഗൗരവതരമായിരിക്കില്ല എന്നൊരു പ്രതീക്ഷ നമുക്കെപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഒരു 2-3 ജില്ലകൾ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, കേരളം നമ്മൾ മനസ്സിലാക്കിയതുപോലെയല്ല ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയാം, ഈ 14 ജില്ലകളിലെ മിക്കവാറും എല്ലാ താലൂക്കുകളിലൂടെയും ഞങ്ങൾ കടന്നുപോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ നെഞ്ചിൽ തീക്കൊള്ളി കൊണ്ട് എഴുതി സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. കേരളത്തിലെ ഒരു പ്രദേശം പോലും ഈ രാസലഹരിയിൽ നിന്ന് ഇപ്പോൾ മുക്തമല്ല. സ്കൂൾ വരാന്തകളിലൊക്കെ പരീക്ഷാക്കാലത്ത് ചോക്ലേറ്റും കൂൾ മിഠായി എന്നൊക്കെ പറഞ്ഞ സാധനം കുട്ടികൾക്ക് നീട്ടുമ്പോൾ ഈ മയക്കുമരുന്ന് വ്യാപാരികൾ പറയുന്ന ഒരു കാര്യമുണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചതും ഹൃദിസ്ഥമാക്കിയതും അതേപോലെ ഉത്തരക്കടലാസിൽ കൊടുക്കാനും ഒരു കാര്യവും മറന്നുപോകാതെ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാനും നിങ്ങളുടെ തലച്ചോർ കുറച്ചുകൂടെ വൈഭവം കാണിക്കാനുമൊക്കെ നിങ്ങൾക്ക് കഴിയുന്ന പ്രേരിപ്പിക്കുന്ന ശക്തിയാകുന്ന ഒരു മിഠായിയാണ് കൂൾ മിഠായി. പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ ആദ്യമുള്ള കുട്ടികൾ ഈ മിഠായി വാങ്ങി കഴിക്കുന്നു. 3-4 പരീക്ഷ കഴിഞ്ഞ് 4-5 മിഠായി ഉള്ളിൽ കടന്നു കഴിയുമ്പോൾ ഈ മിഠായിക്ക് അവർ അഡിക്റ്റ് ആകുന്നു. പിന്നീട് ഈ മയക്കുമരുന്ന് വ്യാപാരിയെ തേടി നടക്കുന്ന ഈ കുട്ടികൾ എന്തൊരു ചതിയാണെന്ന് ആലോചിക്കുക. കഞ്ചാവ് വലിക്കുന്ന ആളുകൾ പറയാറുണ്ട് അവരുടെ തലച്ചോറ് ഷാർപ്പാകാനും നിശിതമാകാനും കഞ്ചാവ് ഉപകരിക്കുമെന്ന്. ചലച്ചിത്ര ലോകത്ത് പ്രവർത്തിക്കുന്ന ചില ആളുകൾ പറയുന്നത്, ടെലിവിഷൻ രംഗത്തുമുണ്ട്, നന്നായി കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ ബുദ്ധിക്ക് വികാസം ഉണ്ടാകും, ബുദ്ധി കുറച്ചുകൂടെ ഷാർപ്പാകും. പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും പറയുന്നു കാര്യങ്ങൾ കുറച്ചുകൂടെ പ്രിസിഷൻ കിട്ടാൻ, നിശ്ചിതമായി കാര്യങ്ങൾ ചെയ്യാൻ, ഷാർപ്പാകാൻ കഞ്ചാവ് ഉപകരിക്കുമെന്ന്. ഞാൻ ഈ കേരളത്തിൽ കണ്ട എല്ലാവരോടും വിളിച്ചു പറഞ്ഞു, ലോകത്തൊരു ശാസ്ത്രീയ അടിത്തറയില്ലാത്ത ലോകമണ്ടത്തരമാണ് ഈ ആളുകൾ പ്രചരിപ്പിക്കുന്നത് എന്ന്. കഞ്ചാവിന് നമ്മുടെ ബുദ്ധിവൈഭവം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നോ നമ്മുടെ തലച്ചോറിന് കരുത്ത് പകരാൻ കഴിയുമെന്നോ ലോകത്തൊരു രാജ്യത്തും തെളിയിച്ചിട്ടില്ല. സൗത്ത് അമേരിക്കയിലെ ഗ്വാട്ടിമാല പോലെയുള്ള രാജ്യങ്ങളിൽ കഞ്ചാവ് നിയമപരമാണ്. എന്നാൽ എൽ സാൽവദോർ എന്ന് പറയുന്ന ഒരു രാജ്യം അവിടെയുണ്ട്. ആ രാജ്യത്ത് പോയി നിരോധിച്ചിരിക്കുക. അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും കഞ്ചാവ് നിയമവിധേയമാണ്. എന്നാൽ കഞ്ചാവിന് മനുഷ്യ ശരീരത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഒരു പഠനവും ഇതുവരെ തെളിയിച്ചിട്ടില്ല. എൻ്റെ ബലമായ സംശയം, കഞ്ചാവ് വിൽപ്പന പ്രോത്സാഹിപ്പിക്കാൻ ഈ ഏജൻസികൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന കല്ലുവെച്ച നുണയായിരിക്കാം ഇത്. കേരളത്തിലെ ചില പ്രദേശങ്ങളിലേക്കൊക്കെ കടന്നു ചെന്നപ്പോൾ ഒരു കടപ്പുറത്ത് ഞങ്ങൾ കണ്ടു, നേരെ കൺമുന്നിൽ നിൽക്കുന്ന ഒരാൾ MDMA വിൽപ്പനക്കാരനാണ്. ഹാഷ്മിയോടൊരു കുട്ടി പറഞ്ഞ തമാശ കേട്ടു അതിനിടയിൽ. അതായത് നല്ല ക്വാളിറ്റിയുള്ള MDMA നാട്ടിൽ കിട്ടാതായിരിക്കുന്നു എന്നാണ് ഇവൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ കുട്ടികൾ, നമ്മുടെ പെൺകുട്ടികൾ, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, പോലീസ് ഒരു 600 കേസ് എടുത്തപ്പോൾ അതിൽ 30% പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. ഇതൊക്കെ അമ്പരപ്പിക്കുന്ന കണക്കാണ്. അതിൽ 15-17% പെൺകുട്ടികളാണ്. നമ്മുടെ കുട്ടികളുടെ യാത്ര എങ്ങോട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതൊരു മാരകമായ വിഷലഹരിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചില ആളുകൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ രാസലഹരിക്കെതിരായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മദ്യത്തിനെതിരായി സംസാരിക്കുന്നില്ല? കള്ളു കുടിച്ചൊരുവൻ വീട്ടിൽ കയറുന്നത് പോലെയല്ല ഈ രാസലഹരി കഴിച്ചാൽ. നിങ്ങൾക്കറിയാം, ബ്രൗൺ ഷുഗറും കൊക്കൈനും ഇതേപോലെ LSDയും കഞ്ചാവും ഹൈബ്രിഡ് കഞ്ചാവും ഒക്കെ കേരളത്തിലൊരു സാധാരണ പദമായത് എപ്പോഴാണ്? കോവിഡ് കാലം കഴിയുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ കുറേശ്ശെയായി രാസലഹരിയിലേക്ക് നീങ്ങി തുടങ്ങിയത്. ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. കാര്യം ഞാൻ ഈ
കഴിഞ്ഞ 31 ദിവസങ്ങളിലായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു ഇത്. ഞാൻ അമ്പരന്ന് പോയി, എൻ്റെ വാർത്താ സംഘം നടുങ്ങിപ്പോയി. കാരണം നമ്മൾ AC മുറിയിലിരുന്ന് വായിച്ചു വിട്ട വാർത്തകളെക്കാൾ യാഥാർത്ഥ്യം ഒരുപാട് അകലെയാണ്. എനിക്ക് കേരളത്തെ ചിലയിടങ്ങളിൽ മനസ്സിലായില്ല. ഇതാണോ എൻ്റെ മണ്ണ്? എനിക്ക് പിറന്ന ഈ മണ്ണ് എപ്പോഴാണ് ഇങ്ങനെ മാറിയത്? നിങ്ങൾ ഓരോരുത്തരും ചങ്കിൽ കൈവച്ച് ചോദിക്കണം. ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ വലിയൊരു സംഘം ആളുകൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അതെല്ലാം മലയാളികളാണ്. കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പോയി ബാഗ് നിറയെ രാസലഹരിയുമായി കേരളത്തിലെത്തി ഓരോ കുട്ടികളെ തേടി നടന്ന് കുരുന്നുകളെ കൊലയ്ക്ക് കൊടുക്കുന്ന വലിയൊരു മാഫിയ സംഘം. വിദേശ നാടുകളിൽ തായ്ലൻഡിലിരുന്ന് ഈ നെറ്റ്വർക്ക് നിയന്ത്രിക്കുന്ന മാഫിയ സംഘത്തേക്കാൾ വലിയ അപകടകാരികളാണ് ഇവർ. ആകാശം മുട്ടയുള്ള ഒരു വീട് നിർമ്മിച്ചു വയ്ക്കുവാനോ അതല്ലെങ്കിൽ സ്വന്തം ജീവിതം ഭംഗിയാക്കാനോ തൊട്ടയലത്തുള്ള കുഞ്ഞിൻ്റെ ജീവിതം വലിച്ചു കീറുകയാണ് ഈ നരാധമൻ, ഈ നെറികെട്ടവൻ ചെയ്യുന്നത്. ഇവരോടൊന്നും അനുതാപം കാണിച്ചിട്ടൊരു കാര്യമില്ല. നമ്മുടെ ക്ഷമിക്കും ഒരു അതിരുണ്ടെന്ന് അവർ അറിയണം. കോഴിക്കോട്ടെ ഈ പരിശുദ്ധമായ മണ്ണിൽ, ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ നിന്ന് ഒരു കാര്യം ഞാൻ പറയുന്നു. എനിക്കൊക്കെ ചില ഭീഷണികളൊക്കെ വന്നിട്ടുണ്ട്. ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഞാനൊരു ധീരയായ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു. അതായത് ഇവരുടെയൊക്കെ പൊന്നാപുരം കോട്ടകളിൽ നേരിട്ട് കടന്നു ചെന്ന് നിന്റെ ലഹരി വ്യാപനം നിർത്തിയില്ലെങ്കിൽ കായികമായി ഡീൽ ചെയ്യാൻ പോലും ഞാൻ തയ്യാറാകുമെന്ന് പറഞ്ഞ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്. അവരോട് എനിക്ക് വലിയ ബഹുമാനം തോന്നി. അവർ മർദ്ദിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ ഒരു സ്ത്രീക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും മഹത്തരമായ കാര്യമാണ്. അവരെന്നോട് വേദിയിലിരിക്കുമ്പോൾ എൻ്റെ ചെവിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. സാറേ, ധൈര്യശാലി ഒരിക്കലല്ലേ മരിക്കൂ, പീരുവല്ലേ ഒരുപാട് തവണ മരിക്കുക എന്ന്. നമ്മുടെ അമ്മമാർ ധൈര്യം കാണിക്കുന്നുണ്ട്. ഈ യാത്രയുണ്ടാക്കിയ ഏറ്റവും വലിയ ഫലം എന്താണ് എന്ന് നിങ്ങളോട് എന്നോട് ചോദിച്ചാൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയും. അമ്മമാർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയുന്നു, എൻ്റെ മകൻ MDMAക്ക് അഡിക്റ്റാണ്, ഇവനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകൂ. നിങ്ങൾക്കറിയാമോ, ഈ MDMA എന്ന് പറയുന്ന സാധനം കഴിക്കുന്ന ഒരാളിന് 7 കൊല്ലമായിരിക്കും ആയുസ്. പല്ലൊക്കെ ദ്രവിച്ചു പോകും, ഷേപ്പ് തെറ്റും, കണ്ണുകൾ പുറത്തേക്ക് ഇറങ്ങി വരും. 7 കൊല്ലം ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കണം എന്ന രീതിയിൽ 7 കൊല്ലം, 90-95 കൊല്ലക്കാലം ഈ മണ്ണിൽ ജീവിക്കാൻ ഭാഗ്യമുള്ള ഒരാളാണ് തൻ്റെ കൈക്കരുത്ത് കൊണ്ടും തൻ്റെ അഹങ്കാരം കൊണ്ടും ഒരുപക്ഷെ വിവരക്കേട് കൊണ്ടും തൻ്റെ ജീവിതം കശക്കിയെറിയുന്നത് 7 കൊല്ലത്തിലേക്ക്. നമ്മുടെ അമ്മമാർക്ക് കണ്ണീരാണ്. കേരളത്തിലെ പല വീടുകളിലും അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. തൊട്ടപ്പുറത്തെ മുറിയിൽ കിടക്കുന്ന മകൻ, പേറ്റുനോവ് അനുഭവിച്ച ഒരു ഉമ്മയ്ക്ക് അപ്പുറത്തെ മുറിയിൽ കിടക്കുന്ന മകൻ തൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് കൊലക്കത്തിയുമായി കയറി വരുമെന്ന് ഭയക്കുന്ന ഒരു കാലം. ക്ലാസ്സിൽ മുറി നിൽക്കുന്ന അധ്യാപിക സാരി ഉടുത്ത് നിന്നാൽ അവർക്കെതിരെ വൃത്തികെട്ട കമൻറ്റുകൾ പറയുന്ന കുട്ടികൾ. ഇതൊക്കെ നമ്മുടെ നാട്ടിന് എത്ര താങ്ങാൻ കഴിയും? അധ്യാപകർക്കെതിരെ കേസ് കൊടുത്ത മാതാപിതാക്കൾ ചിലപ്പോൾ ഇതിനിടയിൽ ഉണ്ടാകും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴും നമ്മൾ അധ്യാപകനെ ഒറ്റപ്പെടുത്തിയോ, അധ്യാപകൻ്റെ മേൽ നമ്മൾ പഴി കണ്ടെത്തിയോ, അധ്യാപകനെന്ന് പ്രധാന ജോലി മാറ്റിവെച്ചു. ഈ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നേ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ മാറി നിൽക്കരുത് അധ്യാപകർ ചൂരലെടുക്കണം. കേരള ഹൈക്കോടതി നമ്മുടെ നാട്ടിലെ പരശതം അധ്യാപകരോട് പറഞ്ഞത് അത് തന്നെയാണ്. കുട്ടികളെ ശാസിക്കാനും അവരുടെ കവിടത്തു നുള്ളാനുമുള്ള ആ അധികാരം, ശാസനയുടെ അധികാരം അധ്യാപകർ വീണ്ടും സ്വന്തമാക്കണം. അധ്യാപകർ ഒരു ജോലിയായി അതിനെ കാണാൻ പാടില്ല. ഞാനും കുറച്ചു കാലം മാഷായിരുന്ന ഒരാളാണ്. ഇതൊരു സേവനമാണ്. അധ്യാപകന് നേരെ കേസെടുക്കരുതെന്നും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കേസെടുക്കാൻ പാടുള്ളൂ എന്നും കേരള ഹൈക്കോടതി പറഞ്ഞത് സഹികെട്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. വീടുകളിൽ എന്താണ് നടക്കുന്നത്? വീടുകളിൽ നമ്മൾ സ്മാർട്ട് ഫോണുകൾ വാങ്ങിച്ചു കൊടുത്തു കുട്ടികൾക്ക്. എന്നാൽ മുറിക്കുള്ളിൽ അടച്ചിരുന്ന് ടെക്നോളജിയുമായി അവൻ ഏറ്റുമുട്ടുകയാണോ? 17-18 മണിക്കൂറും വാട്സപ്പ് വഴി അവൻ ആരോടാണ് ചാറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല. വീടുകളിൽ സ്നേഹമെന്നൊരു സാധനം അപ്രത്യക്ഷമായി തുടങ്ങി. തീന്മേശകളിൽ കുട്ടികളോട് സംസാരിക്കുന്നില്ല. വാട്സപ്പിൽ ഒരിക്കലും പരിചയമില്ലാത്തവനെ കണ്ടുമുട്ടുമ്പോൾ അവനോട് ചാറ്റ് ചെയ്ത് സായുജ്യം കണ്ടെത്തുന്ന കുട്ടികൾ വലിയൊരു തലമുറയായി പടരുകയാണ് നമ്മുടെ സംസ്ഥാനത്ത്. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് ഈ അപകടം ഒരു 3 മാസം കൊണ്ട് ചെറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയൊരു ആപത്തിലേക്ക് കേരളം പോകും. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കുട്ടികൾ മര്യാദരാമന്മാരാണ്, അവരെ എനിക്ക് ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി സമാധാനത്തുള്ള വീട്ടിലേക്കെന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ കണക്കൂട്ടൽ പിഴയ്ക്കാൻ ഒരുവൻ വരും. തൊട്ടയൽ വീട്ടിൽ അതല്ലെങ്കിൽ 4 വീട് അപ്പുറത്ത് MDMAയിൽ മൂക്കുകുത്തി വീണുപോയ ഒരുവൻ നട്ടപ്പാതിരാ നേരത്ത് പ്രതികാരത്തിൻ്റെ ഏറ്റവും ഉന്നത തലങ്ങളിൽ നിൽക്കുമ്പോൾ അവൻ കൊലക്കത്തിയുമായി പാഞ്ഞെടുത്ത് വീട്ടിൽ കയറി വന്നു എന്ന് വരും. പൊതുവിടങ്ങളിൽ
തിയേറ്ററുകളിൽ, ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഇത്തരം രാസലഹരി ബാധിച്ച് പേ പിടിച്ചവർ വരും. രാസലഹരി ബാധിച്ച ആളുകൾ, ഉപയോഗിക്കുന്ന ആളുകൾ ഭ്രാന്ത് പിടിച്ചവരെക്കാളും ഗതികെട്ടവരാണ്. അവർ മനോരോഗികളാണ്. ഈ യാത്രയ്ക്കിടയിൽ ചില ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ഞാൻ നേരിട്ട് പോയി. എന്താണ് ഈ MDMA പോലുള്ള രാസലഹരി ഒരാളിൽ വരുത്തുന്ന മാറ്റമെന്നറിയാൻ നമ്മൾ അമ്പരന്ന് പോകും. ഈ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നത് സ്വന്തം ജീവിതം തകർത്ത് തരിപ്പണമാക്കാനാണ് എന്ന തിരിച്ചറിവ് പോലുമില്ലാതെ 14-15 വയസ്സ് പ്രായമുള്ള കുട്ടികൾ. നിങ്ങൾക്കറിയാമോ, ആലത്തൂരിൽ പോലീസ് സ്റ്റേഷനുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷൻ എന്നുള്ള പുരസ്കാരം കിട്ടിയ പോലീസ് സ്റ്റേഷനാണത്. അവിടുത്തെ SHO പറയുന്നു, 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി MDMAക്ക് ഇവിടെ അഡിക്റ്റാണ് എന്ന്. 4ാം ക്ലാസ്സിൽ 9 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 9ാം വയസ്സ് കാണുന്ന കുട്ടി ഇതേപോലുള്ള രാസലഹരി കഴിച്ച് മറ്റൊരു അപകടം കൂടി ക്ഷണിച്ചു വരുത്തുന്നു. കൊച്ചിയിലെ ലിസി ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോ ജോസഫ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കുട്ടികൾക്ക് അകാലത്തിലേക്ക് ഹൃദയാഘാതം വരാൻ സാധ്യതയുണ്ട്, കാർഡിയാക് അറസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ഇത്തരം മാരകമായ പാഷാണം താമരശ്ശേരി നിങ്ങൾ കണ്ടല്ലോ. MDMAയുടെ പാഷാണ പൊതി ഒരാളുടെ ആമാശയത്തിൽ കിടന്ന് പൊട്ടിയപ്പോൾ അയാൾ ചത്തുപോയി. അത്ര മാരകമായ ഒരു രാസലഹരിയാണ് കേരളത്തിൽ പ്രവഹിക്കുന്നത്. വയനാട്ടിലെ ഒരു കർണാടകവും തമിഴ്നാടും വേർതിരിക്കുന്ന, കർണാടകവും കേരളവും വേർതിരിക്കുന്ന ഒരു സ്ഥലത്ത് ബാവലി പള്ളിയിൽ ഞങ്ങളൊരു കാര്യം കണ്ടു. 10,000ങ്ങൾ പോകുന്ന പള്ളിയാണ് ഈ ബാവലി പള്ളി. ഈ ബാവലി പള്ളിയിൽ ഒരു MDMAക്കാരൻ പറയുന്നു, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ സാധനം ഞാൻ ഇവിടെ എത്തിച്ചു തരാമെന്ന് ഞങ്ങളോട് തന്നെ പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവിടെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് കയറി നിൽക്കാൻ നല്ലൊരു സ്ഥലം പോലും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. രാവിലെ 6 മണിക്ക് വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ രാത്രി 8 മണി വരെ ഈ ബാവലി പള്ളിക്ക് മുന്നിൽ നിൽക്കുകയാണ്. 10,000കണക്കിന് ആളുകളാണ് ഈ ആ വനപ്രദേശത്തെ ഊടുവഴികൾ വഴി നമ്മുടെ നാട്ടിലേക്ക് മാരകമായ ലഹരികൾ കടത്തിക്കൊണ്ട് വരുന്നത്. നമ്മൾ വളരെ വളരെ വേഗത്തിൽ പ്രവർത്തിക്കേണ്ട സമയമായി. ഒരു ദിവസം കേരളത്തിൽ ഇപ്പോൾ 700-ലധികം ആളുകൾ ഈ രാസലഹരിക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കുട്ടികൾ വളരെ കൂടുതലാണ്, പെൺകുട്ടികൾ വളരെ കൂടുതലാണ്. ഇതൊക്കെ കേരളത്തെ തകർത്ത് കളയും. ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു 8 കോളം ടൈറ്റിൽ വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, കേരള ദ ഡ്രഗ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇതൊക്കെ പ്രചരിക്കുകയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ അന്തസ്, നമ്മൾ ഉയർത്തിവിട്ടിയ അന്തസ് തകർന്ന് തരിപ്പണമായി പോകും. നമ്മുടെ പുതിയ തലമുറ, നമ്മുടെ കുരുന്നുകൾ കൊല ചെയ്യപ്പെടും. ഇനി നമുക്ക് വിശ്രമിക്കാൻ ഇടമില്ല. ഞങ്ങൾ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. എനിക്കറിയാം, എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ അമ്മ, ആറന്മുള ക്ഷേത്ര നടയിൽ നിന്ന് ആകാശമുട്ട ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞൊരു അമ്മ, സ്വന്തം മകൻ്റെ കാര്യം വിളിച്ചു പറഞ്ഞ ഒരുപാട് ഉമ്മമാർ, വീട്ടിൽ കിടന്നുറങ്ങാൻ സമാധാനമില്ലെന്ന് പറഞ്ഞ പിതാക്കന്മാർ, ഇവരൊക്കെ യഥാർത്ഥത്തിൽ എൻ്റെ നെഞ്ചിലിങ്ങനെ ചവിട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലും തോറും. നിങ്ങൾക്കറിയുമെന്നറിയില്ല, നിങ്ങൾ അവർക്ക് ചെവി ഓർക്കാൻ തയ്യാറാണെങ്കിൽ സ്വകാര്യ നിമിഷങ്ങളിൽ അവർ നിങ്ങളോട് പങ്കുവയ്ക്കും. ചെല്ല് പറയുന്നു, വീടിൻ്റെ അന്തസ്സും തറവാടിൻ്റെ മഹിമയും കൊണ്ട് എനിക്കിത് പുറത്തു പറയാൻ കഴിയുന്നില്ല. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. സ്വന്തം കുട്ടി ഇത്തരം പാഷാണങ്ങൾ കഴിച്ച് അകാല ചരമമടയുന്നതിനേക്കാളും വലുതാണോ നിങ്ങളുടെ തറവാടിൻ്റെ അന്തസ്? കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ സൈക്കാട്രിസ്റ്റിനെ കാണണം, ആശുപത്രിയിൽ കൊണ്ടുപോകണം. നമ്മുടെ ചെയർമാൻ പറഞ്ഞു, കേരളത്തിൽ ഡി അഡിക്ഷൻ സെൻ്ററുകൾ ഉണ്ടാക്കാൻ അബീർ ഗ്രൂപ്പ് തയ്യാറായിരിക്കും, 24 ഉണ്ടാകും അതിൻ്റെ പിന്നാലെ. നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ കാര്യമായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഓരോ പഞ്ചായത്തിലും ഓരോ ഡി അഡിക്ഷൻ സെൻ്റർ തുറക്കുന്ന കാലം വിദൂരമല്ല. തുള്ളിക്കളിച്ച് തുമ്പിയെപ്പോലെ പാറി നടക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾ പോലും മാരകമായ രാസലഹരിയിൽ മൂക്കുകുത്തി വീഴുന്നൊരു സാഹചര്യം. അതുകൊണ്ട് നമ്മൾ പറയണം, നമ്മുടെ തൊട്ടയലത്തോ നമ്മൾക്ക് പരിചയമുള്ള ഇടങ്ങളിലോ ഏതെങ്കിലും ഒരുവൻ രാസലഹരി വിൽപ്പനക്കാരനാണെന്ന് മനസ്സിലാക്കിയാൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു പൗരന് വൃത്തികേട് കാണിക്കുന്നവനെ തടഞ്ഞു നിർത്താനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട് എന്നുള്ള ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ പോലീസിനെ വിളിച്ചു വരുത്തണം. ആരുടെയും മുഖം നോക്കരുത്. ഇനി നമ്മൾ അവസാന അംഗത്തിന് തയ്യാറെടുക്കാൻ നേരമാകുന്നു. ഇനി നമ്മൾ ഇതിനകത്ത് ഈ കാര്യത്തിൽ നമ്മൾ അലംഭാവം കാണിച്ചാൽ നമ്മുടെ കുട്ടികളെ നമുക്ക് നഷ്ടപ്പെടും. പുതിയ കുട്ടികൾ, ഈ നാടിൻ്റെ ആർജവം കാണിക്കേണ്ടവർ, ഈ നാടിൻ്റെ ഓജസ്സായി മാറേണ്ടവർ ഈ കുട്ടികളെ ആയിരിക്കും നമുക്ക് നഷ്ടപ്പെടുക. അമ്മമാർക്ക് തീരാവേദനയായി മാറും ഈ കുഞ്ഞുങ്ങൾ. പെറ്റ കുഞ്ഞുങ്ങളുടെ ശവം മടിയിൽ വെച്ച് കരയുന്ന പെറ്റമ്മയുടെ കണ്ണീരായി കേരളം മാറിയെന്ന് ചിലപ്പോൾ വന്നു വരും. വളരെ അപകടകരമായ അവസ്ഥയാണ്. 30% ആളുകൾക്ക് മാത്രമേ ഇതുണ്ടാകൂ എന്ന് വിശ്വസിച്ചെങ്കിൽ 300% കേരളത്തിൻ്റെ അവസ്ഥ. ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുമ്പോൾ അതിൽ 2 ഭാഗങ്ങളുണ്ടാകും. ഒരു ഗവേഷണ സംഘം ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം എല്ലാവർക്കും വായിക്കാൻ പറ്റിയ റിപ്പോർട്ടാണ്, ഞങ്ങളത് പ്രസിദ്ധപ്പെടുത്തും.
എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം കോൺഫിഡൻഷ്യലായ ഒരു റിപ്പോർട്ടായിരിക്കും. ആ റിപ്പോർട്ടിൽ കേരളത്തിലേക്ക് രാസലഹരി കലർത്തുന്നതിൽ ഏതൊക്കെ പണക്കാരന്മാരുണ്ട്, ഏതൊക്കെ പൊതുപ്രവർത്തകരുണ്ട്, ഏതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഏതൊക്കെ സർക്കാർ ഏജൻസികളുണ്ട്, അവരുടെ കളർ ചിത്രങ്ങൾ സഹിതം മുഖ്യമന്ത്രിക്ക് സ്വകാര്യമായി ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കും. മാത്രമല്ല, കേരളത്തിൽ ഇത്തരം രാസലഹരിയുടെ ഉറവിടങ്ങൾ എവിടെയാണ്, ഏതൊക്കെ ഗോഡൌണുകളാണ് നിങ്ങൾക്കറിയുമെന്നറിയില്ല. വേണമെങ്കിൽ MDMA നമ്മുടെ നഖത്തിൻ്റെ അടിയിൽ വേണമെങ്കിൽ സൂക്ഷിച്ച് നമുക്ക് കടത്തിക്കൊണ്ടുവരാം. അത്രയും മതി ഒരാൾക്ക് കിക്കാവാൻ. അപ്പോൾ ഇവരുടെയൊക്കെ കള്ളക്കളികൾ തുറന്നു കാട്ടുന്ന ഒരു റിപ്പോർട്ടായിരിക്കും ഒരുപക്ഷെ കേരളത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും മുഖ്യമന്ത്രിക്ക് നമുക്ക് കൊടുക്കുക. മുഖ്യമന്ത്രി ഒരു കാര്യം എന്നോട് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ നിശ്ചിതമായ തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, സമ്മർദ്ദങ്ങൾ പോലീസിൻ്റെ മേളിൽ കാര്യമായിട്ടുണ്ട്, റെയ്ഡുകൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം കൂടി നമ്മൾ അറിയണം. കേരളത്തിലെ ഹോസ്റ്റൽ മുറികളിൽ പലതും ഇത്തരം വേദികളാകുന്നു എന്നുള്ള നടക്കുന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. കൊച്ചിയിലെ കളമശ്ശേരിയിലെ ഒരു പോളിടെക്നിക്കൽ കോളേജ് റെയ്ഡ് ചെയ്തപ്പോൾ അവിടെ 2 കിലോ കഞ്ചാവ് പിടിച്ചപ്പോൾ ആ 2 കിലോ കഞ്ചാവ് അതിൻ്റെ വിതരണക്കാരായിരുന്നു കുട്ടികൾ. എത്ര പ്രതീക്ഷയോടെ കോളേജിൽ അയക്കുന്ന കുട്ടികൾ അവിടെ കഞ്ചാവ് വലിക്കുന്നു മാത്രമല്ല അതിൻ്റെ വിതരണക്കാരുമാകുന്നു. വാട്സപ്പ് വഴി ആ കഞ്ചാവ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ അറിയുന്നതിനേക്കാളും കേട്ടതിനേക്കാളും വളരെ മോശമാണ് യാഥാർത്ഥ്യമെന്ന കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. നമ്മൾ കരുത്തരാണ്, നമുക്ക് ആത്മവിശ്വാസമുണ്ട്, നമുക്ക് കരുതലുണ്ട്. കോവിഡും പ്രളയവുമൊക്കെ കടന്നവരാണ് നമ്മൾ. 20 മാസത്തെ കോവിഡ് കാലം റോഡിൽ ആളുകൾ ചത്തൊടുങ്ങിയപ്പോൾ നമ്മൾ കൈകോർത്തു. പ്രളയം നമ്മുടെ മുകളിലൂടെ വന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൈത്താങ്ങായി. അതുകൊണ്ട് തന്നെ ഈ മാരക വിപത്തിനെ എന്നേക്കുമായി മണ്ണിൽ കുഴിച്ചു മൂടാൻ നിങ്ങൾ എല്ലാ ശക്തിയും സംഘബലം ഉപയോഗിച്ച് സംഘശക്തി കൊണ്ട് ഐക്യദാർഢ്യം കൊണ്ട് നമ്മൾ ഈ നരാധമന്മാരോട് പറയണം, എനിക്ക് പിറന്ന ഈ പച്ചപ്പുള്ള എൻ്റെ മണ്ണിൽ നിനക്ക് വേര് പിടിക്കാൻ ഇടമില്ല. എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും നിന്നെ ഈ മണ്ണിൽ നിന്ന് വേരോടെ ഞാൻ പിഴുതെടുത്ത് കളയും എന്ന് നമുക്ക് വിളിച്ചു പറയാൻ സമയമാകുന്നു. നിങ്ങൾ 32 ദിവസം വെയിൽ കൊണ്ടെന്നൊക്കെ ചില ആൾക്കാർ എന്നോട് പറയുന്നുണ്ട്. ഇതിനേക്കാളും വലിയ വെയിൽ കേരളത്തിലെ അമ്മമാർ കൊള്ളേണ്ടി വരും എന്നെനിക്കറിയാം. 40 ഡിഗ്രി ചൂടല്ല, ഉള്ളു തിളയ്ക്കുന്ന രീതിയിലുള്ള വെയിൽ അവർക്ക് കൊള്ളേണ്ടി വരും നമ്മളിനി അമാന്തം കാണിച്ചാൽ. ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. നമ്മളിവിടെ നിന്നൊരു യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. കാരണം ഈ ഉറവിടങ്ങൾ, അതായത് നിങ്ങൾക്കറിയുമോ എന്നറിയില്ല, കുറച്ച് കാലം മുമ്പ് കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴുകിയപ്പോൾ നമ്മുടെ മിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആന്ധ്രയിൽ പോയിട്ട് അവിടെ ഈ സ്പിരിറ്റ് മുതലാളിമാരെ കണ്ടിട്ട് പറഞ്ഞു, നീയൊക്കെ കേരളത്തിലേക്ക് ഈ കച്ചവടം കൊണ്ടുവരരുത്, ആന്ധ്രയിൽ നീ കച്ചവടം ചെയ്തോ, എൻ്റെ മണ്ണിലേക്ക് ഇറങ്ങിയാൽ ഞാൻ ഒരിക്കൽ കൂടി നിൻ്റെ നാട്ടിലേക്ക് വരും, നിന്നെ അറസ്റ്റ് ചെയ്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കൊണ്ടിടുമെന്ന് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു. അന്ന് തന്നെ ഈ സ്പിരിറ്റ് ലോബികൾ കേരളത്തിലേക്കുള്ള സ്പിരിറ്റ് ലോബിയുടെ ഒഴുക്ക് നിർത്തിവെച്ചു. ഇതേ കാര്യം കർണാടകം പോലെയുള്ള സംസ്ഥാനത്തോട് നമുക്ക് പറയേണ്ടി വരും. അവിടെയുള്ള ആളുകൾക്ക് പണം ഉണ്ടാക്കാൻ നമ്മുടെ കുട്ടികളെ കുരുന്നുകളെ കൊല ചെയ്യണോ എന്ന കാര്യം ആലോചിക്കണം. നമ്മുടെ പോലീസുകാർക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ സ്വാതന്ത്ര്യമുണ്ട്, അവരിഷ്ടംപോലെ റെയ്ഡ് നടത്തുന്നുണ്ട്, മിടുക്കരാണവർ. നമ്മുടെ പോലീസ് സംവിധാനത്തിന് തകർത്തെറിയാൻ കഴിയുന്ന ശൃംഖല മാത്രമേ ഉള്ളൂ. ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങൾ അണിചേരുക, നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ലോകത്തിന്, നിങ്ങൾക്കറിയാം ഈ മാഫിയ സംഘത്തിൻ്റെ തലപ്പത്തുള്ള ആളുകൾ നമ്മൾ ആലിംഗൽ മുഹമ്മദ് സാർ സൂചിപ്പിച്ചതുപോലെ വലിയ വലിയ ഭീകരന്മാരാണ്. രാജ്യാന്തര ശൃംഖലയുണ്ട്. ഇപ്പോൾ സാറ്റലൈറ്റ് വഴി ചിലപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നൊക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ ഇടയ്ക്കതാ മേളിലോട്ടൊന്ന് നോക്കി, ബോംബ് വന്ന് സാറ്റലൈറ്റ് വഴി വീണാലും അത്ഭുതമില്ല. നമുക്ക് ഇവരുടെ ഉറവിടങ്ങളിൽ ബോംബിട്ടേ പറ്റൂ, തകർത്ത് തരിപ്പണമാക്കണം. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മൾ വിളക്കൊന്ന് കെടുത്തും. ഇതവർക്കൊരു സൂചനയാണ്. നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ലൈറ്റ് മാത്രം തെളിയിക്കുക. നമ്മൾ ഈ കടപ്പുറത്ത് അണിചേർന്നിരിക്കുന്ന 10,000 ഇവരോട് വിളിച്ചു പറയുന്നു, ഏറ്റവും അവസാനത്തെ നരാധമനായ രാസലഹരി വിൽപ്പനക്കാരനും ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് സ്ഥലം വിട്ടു പോകണം. ഈ കേരളത്തിൻ്റെ മണ്ണിലേക്ക് വേരിറക്കാൻ ഒരു വൃത്തികെട്ട ശക്തിയും നമ്മൾ അനുവദിക്കില്ല എന്ന് തമസോമ ജ്യോതിർഗമയ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ വെളിച്ചം പായിച്ചു കൊടുക്കണം. ഇതൊരു സൂചനയാണ്. ഈ സൂചന കൊണ്ട് പഠിച്ചില്ലെങ്കിൽ ഇവൻ്റെ ഉറവിടങ്ങളിലേക്ക് നമുക്ക് നേരിട്ട് യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു പ്രഭാതം പൊട്ടിവിടർന്നു എന്ന് വരും. അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് മൊബൈൽ ഫോണിൽ മാത്രം നിങ്ങളുടെ വിളക്കുകൾ തെളിയിക്കുക. നമ്മുടെ ഈ പ്രകാശം എല്ലാവരും ഇതൊരു പക്ഷേ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സൂചനയാകട്ടെ. കുരുന്നുകളെ കൊലയ്ക്ക് കൊടുക്കുന്ന ആളുകൾ
ഓക്കെ താങ്ക് യു. ഇതൊരു സൂചനയാണ്. ഞാൻ ഈ പ്രസംഗം നീട്ടുന്നില്ല. കാര്യം എം ജി ശ്രീകുമാറിനെ പോലെ കൃതകസ്ഥനായ ചലച്ചിത്ര പ്രേമി ഗായകനും ഒക്കെ തന്നെ ഇനി പാട്ടുകൾ പാടാനുണ്ട്. അതുപോലെ സ്റ്റീഫൻ ദേവസി വന്നിട്ടുണ്ട്, അഹം ബാൻഡ് ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ കുട്ടികൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം ആവേശോജ്വലമായ സംഗീതം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ എന്നോട് കാണിച്ച യാത്രയിലുടനീളം എന്നോട് കാണിച്ച സ്നേഹത്തിനുമൊക്കെ നന്ദിയുണ്ട്. പല വീടുകളിലും അവരെ കൃത്യമായിട്ട് നമ്മളെ ഭക്ഷണം കഴിപ്പിച്ച് വിട്ട വീടുകളുണ്ട്. കാസർഗോട്ടെ കല്ലട്ര കുടുംബം പോലെ എത്രയോ ആളുകൾ നമ്മളോട് ഈ സ്നേഹം കാണിച്ചിട്ടുണ്ട്. ആ സ്നേഹത്തിനുമൊക്കെ നന്ദി. നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹ വിശ്വാസങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഈസ്റ്റർ ദിനത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിനത്തിൽ മറ്റൊരു ഉയർത്തെഴുന്നേൽപ്പിനെ നമുക്ക് ഈ സംഘബലം കൊണ്ട് നമ്മളെ അണിയിച്ചൊരുക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും കോഴിക്കോട് കടപ്പുറത്തേക്ക് വന്നു എന്നുള്ളത് എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നു. തീർച്ചയായിട്ടും അമ്മമാരും രക്ഷകർത്താക്കളും എന്നോട് കാണിച്ച കാരുണ്യവും സ്നേഹവും എപ്പോഴും എൻ്റെ മനസ്സിൽ നന്മ നിറഞ്ഞ മാധ്യമപ്രവർത്തനത്തിന് പ്രേരണയാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മളിനി കാണാം നാളെ മുതൽ ടെലിവിഷൻ സ്ക്രീനിൽ. ഗുഡ് ബൈ. പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാരെ, എത്ര മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ഒരു മനസ്സോടെ നിങ്ങൾ എല്ലാവരും ആ ഇരുട്ടിനെ തോൽപ്പിച്ച് മൊബൈൽ ഫോണിൻ്റെ ആ പ്രകാശം തെളിയിച്ചപ്പോൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു യാത്ര നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് വലിയ സാമ്പത്തിക സഹായം ആവശ്യമാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ കേരളത്തിലെ അമ്മമാരുടെ കണ്ണീരൊപ്പാൻ, കേരളത്തെ ലഹരിമുക്തമാക്കാൻ, നമ്മുടെ വീട്ടകങ്ങൾ സുരക്ഷിതമാക്കാൻ നമുക്കൊരു യാത്ര പോകണം, ഇത് നമുക്ക് സാധ്യമാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുണ്ട് കൂടെ എന്ന് ഞങ്ങളോട് പറഞ്ഞ ചിലരുണ്ട്. കേവലം പരസ്യദാതാക്കൾ എന്നതിലുപരി ഇവരുടെയൊക്കെ പേരുകൾ നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ ഞങ്ങൾ മുന്നണിയിൽ നിന്ന് നടത്തുന്ന ഓരോ പ്രവർത്തനത്തിനും ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയ വ്യക്തികളാണ്. വലിയൊരു കയ്യടി അവർ അർഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ യാത്ര സാധ്യമാവുകയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ പേരുകളൊന്ന് വായിക്കാം. അതിനുശേഷം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ചിലർക്ക് നമ്മൾ ആദരമൊരുക്കുകയാണ്. VPS Lake Shore presents SKN40, co-presented by Lulu Group India. Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning Up, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joy Alucas, Jain deemed to be University Kochi, Crown Plaza Kochi, VKC Debon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Group of Educational Institutions, Medimix, Benny's Royal Tours Private Limited, Region Care, Richmax Finvest, Urban Grameen Society Gold Loan, GTech Computer Education, Milma, New Rajasthan Marbles. അപ്പോൾ ഇവരുടെയൊക്കെ പരസ്യങ്ങൾ ഇനി സ്ക്രീനിൽ തെളിയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ഓരോരുത്തരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് അവർക്ക് ഒരു സംരംഭത്തിലൂടെ ലഭിച്ച പൈസ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ ഇനിയും വളരട്ടെ. ഒരു കയ്യടി കൂടെ കൊടുക്കാം. ഇനി ആദരം ഒരുക്കുന്നതിന് വേണ്ടി അവരെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. ആദ്യമായി മിസ്റ്റർ ജയശ്രീ നായർ, CEO VPS Lake Shore Hospital, അവർക്ക് ഈ മെമന്റോ സമ്മാനിക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട SK
റോയൽ ടൂർസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കാലിക്കറ്റ്. അടുത്തത് IS അനിൽകുമാർ, സീനിയർ മാനേജർ പ്രൊഡക്ഷൻ. കൗമാരക്കാരിലും കണ്ടുവരുന്ന ടൈപ്പ് 1 പ്രമേഹത്തിന് ചികിത്സാ സഹായം നൽകുന്ന 24 കണക്റ്റിന്റെ സേവന സംരംഭം കുഞ്ഞു മിഠായി എന്ന പദ്ധതി. അതിന്റെ ഭാഗമായി GSM കണക്ട് കിറ്റുകൾ ഈ വേദിയിൽ നമ്മൾ സമ്മാനിക്കുകയാണ്. അത് സമ്മാനിക്കുന്നതിനായി ഫ്ലവേഴ്സ് ചീഫ് മാനേജർ ന്യൂ പ്രോജക്ട്സ് ആൻഡ് PR ശ്രീമതി ഉഷ ശ്രീകണ്ഠൻ നായരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മാം, വെൽക്കം. GSM കിറ്റുകൾ ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. രക്ഷാകർത്താക്കളെയാണ് ക്ഷണിക്കുന്നത്. മിജുന ലിജേഷ്, മനോജൻ, രൂപേഷ്, ജിജി, ഹന്ന ഹാരിസ്, കൂടാതെ ടൈപ്പ് 1 ഡയബറ്റിക്സ് വെൽഫെയർ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിജേഷ് TR, ടൈപ്പ് 1 ഡയബറ്റിക്സ് വെൽഫെയർ സൊസൈറ്റി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഷാന CD, ടൈപ്പ് 1 ഡയബറ്റിക്സ് വെൽഫെയർ സൊസൈറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീകാന്ത് തളയിൽമന എന്നിവരെയും ഈ ചടങ്ങിന്റെ ഭാഗമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഒരു പാർട്ട്ണറായ ഉജാല യങ് ആൻഡ് ഫ്രഷ് നമ്മുടെ കേരളത്തിലെ ചില വനിതകളെ ആദരിക്കുകയാണ്. ജനമനസ്സുകൾ അവകാശ പോരാട്ടങ്ങളിലൂടെ കീഴടക്കിയ വനിതകൾ, കഠിനാധ്വാനത്തിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ത്രീ പ്രതിഭകൾക്ക് SKN40 ഈ വേദിയിൽ ആദരമൊരുക്കുകയാണ് ഉജാല യങ് ആൻഡ് ഫ്രഷ്. ഹാർട്ടി വെൽക്കം ടു ഉജാല യങ് ആൻഡ് ഫ്രഷ് പ്രസൻസ് ഇംപാക്ട്ഫുൾ വിമൻ ഓഫ് കേരളം. അവരെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട SKN അവർക്ക് ഈ ആദരം നൽകുന്നതായിരിക്കും. ആദ്യമായി ശ്രീമതി വിജി പെൺകൂട്ട്, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള അവകാശത്തിനായി നടത്തിയ ഇരിപ്പ് സമരത്തിന്റെ കരുത്തായ സ്ത്രീ സാന്നിധ്യം. ഇതിനായി പെൺകൂട്ട് എന്ന സ്ത്രീ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. വിജി ചേച്ചി, പ്ലീസ് കം. ₹11,000 അവാർഡാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഈ ആദരമാണ് നൽകുന്നത്.
നമ്മുടെ സ്വന്തം SK നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് ഔപചാരികമായി അവസാനിക്കുകയാണ്. അതിന് തൊട്ടുമുമ്പ് നന്ദി പ്രകാശനത്തിനായി ഞങ്ങളുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തെ ക്ഷണിക്കുന്നു. മൈ ഡിയർ കോഴിക്കോട്, അപ്പം ടോപ്പ് സിംഗർ തുടങ്ങാൻ പോകുമ്പോൾ പരസ്യമായി മാറാൻ ഞാൻ തയ്യാറാകുന്നില്ല. ഈ പരിപാടി വലിയ വിജയമാക്കിയ കോഴിക്കോട്ടുകാർക്ക് ആദ്യം വലിയ നന്ദി, താങ്ക് യു. ഈ പരിപാടിയിൽ നമ്മൾ ആദ്യം പരാമർശിക്കേണ്ടത് നമ്മൾ എന്തുകൊണ്ട് ഇന്ന് ഒത്തുകൂടി എന്ന് ചോദിച്ചാൽ ലഹരിക്കെതിരെ SKN നടത്തിയ പോരാട്ടത്തിൻ്റെ ആ പോരാട്ട യാത്രയുടെ സമാപനമാണ്. അതുകൊണ്ട് ആദ്യം നമുക്ക് എല്ലാവർക്കും ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കാം. SKN സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ചരിത്ര ഭൂമികയാണ് ഈ കോഴിക്കോട് കടപ്പുറം. ഈ കടപ്പുറത്ത് വെച്ച് നമ്മൾ മറ്റൊരു പോരാട്ടത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ആ പോരാട്ടത്തിൻ്റെ പ്രഖ്യാപനമാണ് ഇന്ന് നടത്തിയത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ടൂറിസം PWD മന്ത്രി മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഈ ചടങ്ങ് ധന്യമാക്കാൻ അധ്യക്ഷത വഹിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെയർമാൻ ആലിങ്കൽ മുഹമ്മദ് സാറിന് നന്ദി. മറ്റൊന്ന്, ഈ ചടങ്ങിൽ വിവിധ മത പ്രാതിനിധ്യമുണ്ടായിരുന്നു, മത നേതാക്കൾ ഉണ്ടായിരുന്നു. അതിൽ സ്വാമി ഗുരുചരണം സ്വാമി ഇവിടെ തന്നെയുണ്ട്, അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. നമ്മുടെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, അദ്ദേഹം ആർച്ച് ബിഷപ്പ് ആയതിനു ശേഷം ആദ്യത്തെ ഒരു പൊതുപരിപാടിയാണ് ഈ പരിപാടി. അദ്ദേഹം ഏറെ സന്തോഷവാദനായി ഈ പരിപാടിക്ക് എത്തി. അതും ഈസ്റ്റർ ദിനത്തിലാണ് അദ്ദേഹം എത്തിയത്, അദ്ദേഹത്തിന് നന്ദി. മറ്റൊന്ന്, BJPയുടെ നേതാവ് P. രഘുനാഥ്, അദ്ദേഹവും വേദി വിട്ടു, അദ്ദേഹത്തിന് നന്ദി. മറ്റൊന്ന്, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, വേദിയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും, മൈജി ഷാജിയുണ്ട്, നമ്മുടെ സ്വയംവരയുടെ പ്രതിനിധികൾ, എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു ആൾ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഓൾ കേരള നൗഷാദ് അസോസിയേഷൻ അവർ ഒന്ന് SKN ജസ്റ്റ് ഒരു മൊമെന്റ് കൊടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നൗഷാദ് എന്ന പേരുള്ളവരാ, കേരളത്തിലെ മൊത്തം നൗഷാദുമാരായ ഇവരെ കാണിച്ചു കൊടുക്കണ്ടായിരുന്നു. നിങ്ങളെല്ലാം കൂടെ എത്ര നൗഷാദന്മാരുണ്ട്? നൗഷാദുമാരുണ്ട് 4000-ഓളം നൗഷാദ് കേരളത്തിലുണ്ട്. പങ്കെടുത്തിട്ടുണ്ട്. 350ഓളം ആളുകൾ ഇന്ന് ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഹായ് നൗഷാദ്. ഓക്കെ.